فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فاق النبيين في خلق وفي خلق ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അമ്പിയാക്കളിലും അവരുടെ സൃഷ്ടി വൈഭവം കൊണ്ടും സ്വഭാവ വൈഭവം കൊണ്ടും അവർക്കെല്ലാം മേലെയാണ് ഉയർന്ന ആളാണ് فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കിടപിടിക്കുന്ന അറിവ് ലോകത്ത് ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഒരു നബിമാർക്ക് പോലും അല്ലാഹു നൽകിയിട്ടേ ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിന് അറിവില്ലാതെ വന്നപ്പോ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതായ വ്യക്തിയല്ലേ മഹാനായ ഖളിർ അലൈഹിസ്സലാം. എന്നാൽ അവരിലെല്ലാം തന്നെ ഏറ്റവും ഉന്നതമായ അറിവുള്ളതായ വ്യക്തി ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അറിവും അവിടുത്തോടും കറമും ഔദാര്യവും ഉദാസീനതയുള്ള ഒരൊറ്റ അമ്പിയാക്കൾ തന്നെ ഇല്ല. ധാരാ പറഞ്ഞത് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ബുർദയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബൂസീരി റളിയല്ലാഹുവിന്റെ ബുർദ എന്താ? ലോകത്ത് അതിനെ ശറഹ് എഴുതാത്ത സൂഫി വഴിത്താരയിലുള്ള ഒരൊറ്റ മഹത്തുക്കളും ഇല്ല. നിങ്ങളിങ്ങനെ വഴിയരികിൽ അവിടെ ഇവിടെ ആരെങ്കിലും ഒക്കെ ബുറുദയെല്ലാം പറഞ്ഞിരിക്കുന്നത് നീ മനസ്സിലാക്കിയതല്ലടോ ബുറുദ. ബുറുദയെ കുറിച്ച് നീ ഇറങ്ങി മനസ്സിലാക്കിയാൽ അതിന് ശറഹ് എഴുതാത്ത, അതിന് വിശദീകരണം കൊടുക്കാത്ത ഒരൊറ്റ സൂഫി പണ്ഡിതന്മാരും അവർക്ക് ശേഷം പിന്നീട് കഴിഞ്ഞു പോയിട്ടില്ല. അതാണ് ബുറുദയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എങ്ങനെയാ ഈ ബുറുദ വന്നത്? ബുറുദ എന്ന് പറഞ്ഞാൽ എന്താ? 160 പദ്യങ്ങളാണ്. 160 പദ്യങ്ങളാണ്, വരികളാണ്, അറബി വരികൾ, നല്ല മനോഹരമായ കവിതകൾ. ഇതെങ്ങനെ വന്നത്? ഇമാം മുഹമ്മദ് ഇബ്നുൽ ബുസീരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു, അദ്ദേഹത്തിന് തളർവാദം വന്നു, തളർന്ന് കിടപ്പിലായി. അപ്പൊ അദ്ദേഹം നിയ്യത്ത് വെച്ചു, നേർച്ച നേരുകയാണ്. എന്താ നേർച്ച നേർന്നത്? നേർച്ച നേർന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി ഞാൻ പദ്യങ്ങൾ രചിക്കാം, നബി തങ്ങളെ ഞാൻ പുകഴ്ത്താം. അതാണ് നേർച്ച. ആലോചിച്ച് നോക്കുക, വേറൊന്നും നേർച്ചയില്ല. ബഹുമാനപ്പെട്ടവർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ പുകഴ്ത്തുകയാണ്. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദയിൽ തന്നെ വരികളാണ് പഠിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്യാൻ നേർച്ച നേർന്ന്, അവരെ പുകഴ്ത്തി പാടാൻ നേർച്ച നേർന്ന് ഞാൻ അങ്ങനെ അറബി കവിതകൾ എഴുതിയിരിക്കുമ്പോ ഒരിക്കൽ സ്വപ്നത്തിൽ അതാ റസൂലുള്ളാഹിയെ നേരെ കാണുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ശരീരത്തിലൊന്ന് തടവുകയാണ്. മാഷാ അല്ലാഹ്. ومنذ ألزمت أفكاري مدائحه رسول الله ഞാൻ മദ്ഹ് ചെയ്യാമെന്ന് എന്നെ മനസ്സിലിരുത്തി ഉറപ്പിച്ച് അതിനുവേണ്ടി ഞാനൊന്ന് ഇറങ്ങി തിരിച്ചപ്പോ വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി.
എന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്നതായ പ്രയാസങ്ങൾ, എന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്ന പക്ഷാഘാതം, എന്നെ തളർത്തിക്കടത്തിയിരുന്നതായ തളർവാദം, അത് പരിപൂർണമായി ഒഴിവായി ഞാൻ ഉന്മേഷവാനായി തീർന്നു എന്ന് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പുകഴ്ത്തി അവസാനം എന്റെ രോഗം പരിപൂർണമായി മാറിയെന്ന് ആര് പറയാൻ? ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് പരിശുദ്ധമായ ബുർദായിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ വരികൾ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പറയുന്നതൊന്നും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി തറക്കരുത്. നമ്മുടെ ഉസ്താദുമാരൊന്നും വെറുതെ അല്ല നമ്മളെ മൗലിദ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന സദസ്സുകൾ ഇരിക്കുക എന്ന് പഠിപ്പിച്ചത് വെറുതെ അല്ല. അതിനൊക്കെ വലിയ പുണ്യമാണ്, ചെറുസാരകാരിയല്ല. ഇമാം മുഹമ്മദ് ബുസീരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത് പരിശുദ്ധമായ ഈജിപ്തിന്റെ മണ്ണിലാണ്. അലക്സാണ്ടറിയ എന്ന് പറയുന്ന നഗരത്തിലാണ്. വലിയ നഗരമാണ് അലക്സാണ്ടറിയ. വലിയ കടലിന്റെ പരിസരത്തുള്ള വിശാലമായ നഗരമാണ്. അൽഹംദുലില്ലാഹ് പല പ്രാവശ്യവും പോകാനും സിയാറത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിനീതന് സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാനും സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ വരികൾ അവരുടെ ചാരത്ത് നിന്നുകൊണ്ട് ഉറക്കെ പാടിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. അതിന്റെ അവസാന ഭാഗമാണല്ലോ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി വലൻ യളിഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തജല്ലാ ബിസ്മി മുൻതഖിമി ഫഇന്ന മിൻ ജുദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. എത്ര അർത്ഥവത്തായ വരികളാണ്. അതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മനസ്സ് അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതുവരെ ശ്രദ്ധ ചെലുത്താത്ത ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചോളി. ഈ റബീഉൽ അവൽ മാസം 1 മുതൽക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോ 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു, കാലൂന്നിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇശാ മഗ്‌രിബിനിടയിൽ നമ്മുടെ പള്ളികളിൽ ഓതുന്ന മങ്കൂസ് മൗലിദിന്റെ ആ മനോഹരമായ സദസ്സുകളിൽ പങ്കെടുക്കാൻ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പായും മാറ്റം ഉണ്ടാവും. മൗലിദ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതുകൊണ്ട് അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശർഹ് ശമാഇൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതായ മനോഹരമായ കാര്യങ്ങളെ ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തൽവ ഉസ്താദ് അവിടെ തൽമവാഹിബുൽ ജലിയയിലൂടെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ മദ്ഹ് ചൊല്ലുന്ന ഏതൊരു വീടുണ്ടോ, ഏതൊരു വ്യക്തിയുണ്ടോ, അവനൊരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണമാണ്. ഏതെല്ലാം മുസീബത്ത് നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നീ ജീവിക്കേണ്ടി വന്നാൽ
ഇരുന്നാലും നിന്റെ വീട്ടിലോ നിന്റെ കുടുംബങ്ങളിലോ നിന്റെ മക്കളിലോ നിന്റെ സന്താന പരമ്പരകളിലോ ഒരു നിലയ്ക്കുമുള്ള വിപത്തുകൾ അല്ലാഹു നൽകുകയില്ല കേട്ടോ. കാരണം നീ റസൂലുള്ളാഹിയെ ഇഷ്ടം വെക്കുന്നവനാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്നവനാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് നീ ചൊല്ലുന്നവനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുള്ളതായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഗദ്യപദ്യ സമ്മിശ്രമായ മൗലിദിന്റെ മനോഹരമാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവരെ ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാകമേ, എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്ന് കാവൽ ലഭിക്കമേ, കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാവൽ ലഭിക്കമേ, അസൂയാലുക്കളുടെ അസൂയെ തൊട്ട് കാവൽ ലഭിക്കമേ, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് നിനക്കും കുടുംബത്തിനും കാവലാണ് അതിലൂടെ ബറക്കത്തെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ വിപത്തും ഈ പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ ജീവിതത്തിൽ കൊണ്ടിങ്ങനെ അള്ളാഹു അടിക്കടി പരീക്ഷണങ്ങളൊക്കെ നൽകുന്ന എന്താ, നമുക്കിതൊന്നും താല്പര്യമില്ല. പള്ളിയിലെ അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ വേഗം ഇറങ്ങാം. എങ്ങോടാ പോകുന്നത്? പുറത്തിറങ്ങിയിട്ട് നല്ല ബീഡിയൊക്കെ അടിച്ച് സെറ്റായിട്ട് വെളിയിൽ പോയിരിക്കുക. പള്ളിക്കകത്തുള്ള നല്ല മൗലിദിന്റെ സദസ്സുണ്ട്, പങ്കെടുക്കൂല. ഇറങ്ങുമ്പോ ഇങ്ങനെ നോക്കും, വെളിയിൽ വല്ല ചീരണി ഉണ്ടോ, പഴക്കൊല ഉണ്ടെങ്കിൽ ആജിയാർ അവിടെ ഇരിക്കും. ആജിയാർക്ക് പിന്നെ കൊലയായിട്ട് പോയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചീരണി നോക്കിയിട്ട് ആചാര ഇരുത്തം, അത് വേണ്ട. ചീരണി ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, ഈ സദസ്സിൽ ഇരുന്നാൽ അതിന്റെ ഗുണം ഉണ്ടാവും. ഇതൊക്കെ നേടിയെടുക്കണം സഹോദരങ്ങളെ. മുൻഗാമികളൊക്കെ നമ്മളത് പഠിപ്പിച്ചതാണ്. മൗലിദ് എന്നാണ് പറയേണ്ടത് തന്നെ, എന്തല്ല മൗലൂദ് എന്നല്ല. എങ്ങനെ പറയേണ്ടത്? മൗലിദ്. അത് ആദ്യം പറയാൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൗലിദ് മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിത സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായല്ലോ. സാബാ തടാകം വറ്റി വരണ്ടു, ഇസ്രയുടെ കൈസറിന്റെ കോട്ടകത്തങ്ങൾ കിടുകിട വിറച്ചു, സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ആ സംഭവ വികാസങ്ങളുടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗദ്യ പദ്യ സമ്മിശ്രമാണ് എന്ത്? മൗലിദ്. അതായത് നബിതങ്ങളുടേതാകുന്ന മദ്ഹാണ് നൃത്തം. മദ്ഹ് എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് തിരിയാത്ത ആളുകൾക്ക്, മൗലിദ് എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകാത്ത ആളുകൾക്ക് ഞാനൊന്ന് വിശദീകരിച്ചത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. ഇത് കേൾക്കുമ്പോൾ എന്തോ തെറ്റിദ്ധാരണ അവരുടെ ഹൃദയത്തിൽ ആരൊക്കെയോ പടർത്തി കൊടുത്തു, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുള്ള അത്ഭുത സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും, അതല്ലാതെ നബിതങ്ങളുടെ നല്ല നല്ല മുഅ്ജിസത്തും കറാമത്തും നബിതങ്ങളുടേതാകുന്ന മാനുഷികമായ കഴിവുകളും സംഭവങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനോഹരമാക്കപ്പെട്ട നബിതങ്ങളുടെ ചരിത്രങ്ങളെ കുറിച്ചുള്ള ഗദ്യ പദ്യ സമ്മിശ്രമാണ് മൗലിദ് കിതാബ് എന്ന് പറയുന്നത്. ഒരുപാട് മൗലിദ് എഴുതിയിട്ടുണ്ട്, പല മഹത്തുക്കൾ. നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് മങ്കൂസ് മൗലിദ്. ഒരർത്ഥം ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ്. മങ്കൂസ് എന്ന് കാഫ് കൊടുത്തുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തമാണ് അത് എന്ന് പറഞ്ഞ പണ്ഡിത മഹത്തുക്കളുണ്ട്. വലിയ മൗലിദിന്റെ ഏടുണ്ട്, സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന മൗലിദ് അതിലുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. 5-ാം നൂറ്റാണ്ടിലെ പ്രമുഖ വ്യക്തിയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വരികൾ എന്തിലുണ്ട്? മങ്കൂസ് മൗലിദിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തമാണ്. മഹാനായ സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി നൽകിയതാണിത്. ബഹുമാനപ്പെട്ടവർ പൊന്നാനി ഭാഗത്തുണ്ടായ അക്കാലഘട്ടത്തിലുള്ള മാരകമായ രോഗങ്ങൾ വന്നപ്പോൾ ആ രോഗങ്ങൾക്ക് അവർക്ക് ശമനത്തിന് വേണ്ടി ആ നാട്ടുകാർക്ക് വേണ്ടി ചുരുക്കി എഴുതി കൊടുത്തതായ മനോഹരമായ ഗ്രന്ഥം. ഇത് ഓതിയ കാരണത്താൽ അവരുടെ പ്രയാസം നീങ്ങി, ബുദ്ധിമുട്ട് മാറി, അസുഖം മാറി. അക്കാലഘട്ടത്തിലുള്ള പ്ലേഗ് പോലെയുള്ള രോഗം ബാധിച്ചപ്പോൾ അവർക്ക് കൊടുത്ത ഇത് ഓതിക്കോ, അതാണ് മുസീബത്തൊക്കെ മാറുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് മാഷാ അല്ലാഹ്. ആ രോഗങ്ങൾ പരിപൂർണമായി അവർക്ക് ശിഫാ വന്നു. അന്ന് മുതൽക്ക് നമ്മുടെ കേരളക്കരയിൽ പ്രചാരം നേടിയിട്ടുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ്. വളരെ ചുരുങ്ങിയ മൗലിദാ, പെട്ടെന്ന് തീരും, അരമണിക്കൂർ മതി. അത് നല്ല വൃത്തിക്ക് റാഹത്തായിട്ട് ഓതണം. പള്ളിയിൽ ഓതുക മാത്രമല്ല, വീടുകളിൽ ഒരു ഹിക്കായത്തെങ്കിലും ഓതണം. കാരണം വീട്ടിൽ ഭാര്യ മക്കളൊക്കെ ഖുർആനൊക്കെ ഓതാൻ അറിയാവുന്ന ആളുകളാണ്. ഒരു യാസീൻ ഓതുന്നു, സൂറത്തുൽ വാഖിഅ ഓതുന്നു, സൂറത്തുൽ മുൽക്ക് ഓതുന്നു. അതോടൊപ്പം തന്നെ ഒരു മൗലിദിന്റെ ഒരു ഹിക്കായത്തെങ്കിലും ഓതി അതിന്റെ ബൈത്തും ചൊല്ലി അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോട്ടെ. എത്ര റാഹത്താണ്. മലബാർ ഭാഗത്തൊക്കെ ആണെങ്കിൽ 30 ദിവസവും ഓതും. 30 ദിവസം മൗലിദ്.
നമ്മൾ ഒരെണ്ണം ഓതിയ 12 ദിവസം ഓതിയ അത് തന്നെ വലിയ സംഭവമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ മലബാറിലോട്ട് പോയാൽ 30 ദിവസമുണ്ട്. മാത്രമല്ല റബീഉൽ അവ്വൽ 12ന്റെ ആ സുദിനത്തിൽ സുബഹിയോടടുത്ത സമയത്ത് പള്ളികളൊക്കെ സജീവമാവും. മലബാറിൽ അങ്ങനെയാണ്. എന്നിട്ട് എല്ലാവരും പള്ളികളിൽ നേരത്തെ വരും. 3 മണിക്ക് പള്ളിയിൽ വന്ന മൗലിദ് ഓതും. എന്നിട്ട് അവസാനം സുബഹിയോടടുത്ത സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് അശ്റഖ് ചൊല്ലും. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹ് അലൈക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മമെടുത്തതാകുന്ന ആ സമയത്തെയും സന്ദർഭത്തെയും മാനിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്ന എത്രയോ സാലിഹീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കാര്യം പറയുന്നത്. പക്ഷെ നമ്മളെന്താ പരിപാടി? ആ സമയത്ത് ഒരൊച്ചയങ്ങ് വിട്ടേ. സുബഹി തന്നെ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ആവാൻ പാടില്ല. അതിനെപ്പോ ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കണം. നേരത്തെ പറയാൻ ഇനി ഉണ്ട് ഒരു 6-8 ദിവസം. നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യണം? ആ സമയത്ത് എഴുന്നേറ്റുന്നത് അതൊരു അനുഭൂതിയാണ്. മദീനത്തോട്ട് പോകുന്ന എന്തിനാ? ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ ഒറ്റ ലക്ഷ്യം മാത്രം, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഹജ്ജിന്റെ അമലുകളിൽ എന്തില്ല? പരിശുദ്ധമായ മദീന സിയാറത്തില്ല. ഉംറയുടെ അമലുകളിലും എന്തില്ല? മദീന സിയാറത്തില്ല. മദീനയിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ത് മാത്രമാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. നമുക്ക് ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു തന്ന, അത് ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്ന, എല്ലാ നന്മകളും നമുക്ക് പഠിപ്പിച്ചു തന്ന, മാതാപിതാക്കളോടുള്ള ബഹുമാനം, കുട്ടികളോടുള്ള കാരുണ്യം, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട്, ജീവജാലങ്ങളോട്, അയൽവാസികളോട്, ബന്ധുമിത്രാദികളോട്, സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് എന്ന് വേണ്ട ലോകത്തുള്ള സർവ്വതിനോടും കാരുണ്യത്തോടുകൂടി വർത്തിക്കണമെന്ന് പഠിപ്പിച്ച് ആരാധന കർമ്മങ്ങളെ, ആത്മീയമായ മേഖലകളെ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തി അതിന്റെ മസലകളെ ക്രോഡീകരിച്ച് കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തന്ന എല്ലാ സുഹൃതങ്ങളിലേക്കുമുള്ള വഴികാട്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ കാണാതെ എങ്ങനെ തിരിച്ചു വരും എന്നാ അറിയണോ നിങ്ങൾക്ക്? ഇന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന പല ആളുകളും പരിശുദ്ധമായ മദീനയിൽ പോകാതെ തിരിച്ചു വരുന്നവരുണ്ട്. എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലാക്കണം നിങ്ങളെ, അവരുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ കുടികൊള്ളുന്നത് പൈശാചികമാകുന്ന ലക്ഷ്യമാണ്. പൈശാചിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പിക്കുക അല്ല ലക്ഷ്യം. ഈ മൗലിദിൽ നിന്ന് അകറ്റി, സ്വലാത്തുകളിൽ നിന്ന് അകറ്റി, സ്വലാത്ത് മജ്ലിസുകളിൽ നിന്ന് അകറ്റി, നിസ്കാരത്തിന് ശേഷം ഒരു 3 സ്വലാത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് എല്ലാ ദിക്റിന്റെയും ദുആഇന്റെയും മജ്ലിസുകളിൽ നിന്നൊക്കെ നമ്മളെ അകറ്റി കൊണ്ടുപോയി പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് പോലും നമ്മളെ എത്തിക്കാതെ ഉംറ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് വേഗം തിരിച്ച് നാട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രഭാഷകർ വരെ കേരളത്തിലുണ്ട്. എവിടേക്കാണ് നമ്മുടെ തലമുറ? നമ്മൾ മദീനയിൽ പോകുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യലാണ്. മൻ സാറ ഖബറി വജബതു ലഹു ശഫാഅതി. ആരെങ്കിലും എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ, എന്നെ സന്ദർശിച്ചാൽ എൻ്റെ ശുപാർശ അവന് നിർബന്ധം. മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടണോ സിയാറത്ത് ചെയ്യണം. അല്ലാഹു മദീനയിൽ പോകാൻ തൗഫീഖ് നൽകട്ടെ. നല്ല ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞോളി സഹോദരങ്ങളെ. 40 പേരിലെടുത്ത് ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും ഉത്തരം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിൽ നമുക്ക് എത്താൻ, അല്ലാഹുവെ പോയവർക്ക് വീണ്ടും വീണ്ടും എത്തിച്ചേരാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, പോകാനുള്ള ആരോഗ്യം തന്നെ ഇല്ലാത്ത ഒരുപാട് സാധുക്കളുണ്ട്. ഒരിക്കലും അവിടെ എത്തില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഞങ്ങളെ വീണ്ടും പുണ്യ മദീനയിലേക്ക് നീ എത്തിക്കണേ നാഥാ. പരിശുദ്ധ ഹജ്ജിനും ഉംറയ്ക്കും മദീന സിയാറത്ത് അടക്കമുള്ള എല്ലാ സുഹൃതങ്ങൾക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, സ്വഹാബത്ത് നബിതങ്ങളെ ഇഷ്ടം വെച്ചതുപോലെ ഇഷ്ടം വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അറിയുമോ നിങ്ങൾക്ക്? മഹാനായ അസ്ലഅ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി യാത്രാവേളയിൽ ഒട്ടക കട്ടിൽ തയ്യാർ ചെയ്യുന്ന സ്വഹാബിയാണ്. ഒട്ടകത്തിന്റെ കട്ടിൽ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ഒട്ടകത്തിന്റെ പുറത്ത് ഒരു കൂടാരം റെഡിയാക്കി കൊടുക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി ഒട്ടക കട്ടിൽ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ മഹാനായ അസ്ലഅ് റളിയല്ലാഹു അൻഹു അതിനെ തയ്യാറായില്ല. മറ്റൊരു സഹാബിയോട് പറഞ്ഞു, നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിച്ചു. നബി തങ്ങൾ അറിയുന്നില്ല. ഒട്ടകക്കട്ടിലൊക്കെ റെഡിയായി നബി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി. സാധാരണ നബി യാത്ര പോകുക അധികവും തിങ്കളാഴ്ച ദിവസമാണ്. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക, അതും നല്ല പ്രഭാത സമയത്ത് സുബൈ നമസ്കരിച്ചിട്ട് യാത്ര തിരിക്കും. എപ്പോഴും അല്ലാഹു നമ്മുടെ യാത്രകളിലും ബറക്കത്ത് നൽകുമാറാവട്ടെ. പലരും ചോദിക്കലുണ്ട്, ഏത് ദിവസം യാത്രയ്ക്ക് വേണം? വെള്ളിയാഴ്ച ദിവസം പരമാവധി ജുമുഅ മുടക്കുന്ന രീതിക്കുള്ള ഒരു യാത്രയും ക്രമീകരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞത്. പ്രവാസികളായ സഹോദരങ്ങളടക്കം ശ്രദ്ധിക്കണം. ടിക്കറ്റ് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ലഭ്യമാകുമെങ്കിൽ അതിലേക്ക് തന്നെ കറക്റ്റ് ചെയ്യണം. ജുമുഅ മുടക്കിക്കൊണ്ടുള്ള യാത്ര ഹറാമാണ്. അല്ലാഹു നമ്മുടെ യാത്രയിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. തിങ്കളാഴ്ച ദിവസം യാത്ര ചെയ്യാം. ഞാനത് പറയാൻ കാരണം, വെള്ളിയാഴ്ച നല്ല ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ യാത്രയ്ക്ക് തിരിച്ചാൽ ആ യാത്ര ജുമുഅ മുടക്കുന്നതാണ് എങ്കിൽ തീർച്ചയായും ആ യാത്ര നിഷിദ്ധമാണ്, ഹറാമാണ്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ എന്നാണ്. ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. എന്നാൽ വെള്ളിയാഴ്ച തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ജുമുഅ മുടക്കിക്കൊണ്ട് പോകാൻ പാടില്ല. ജുമുഅ മുടങ്ങുമെന്ന് കണ്ടാൽ ജുമുഅയ്ക്ക് ശേഷമേ യാത്ര ക്രമീകരിക്കാവുള്ളൂ. തിങ്കളാഴ്ച നല്ല ദിവസമാണ്, വ്യാഴാഴ്ച നല്ല ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദിവസങ്ങളെ കൃത്യമായി അടയാളം ചെയ്തിരുന്നു. നല്ല ദിവസങ്ങളെ പരിമിതങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല പ്രഭാത സമയം അതിനുവേണ്ടി തയ്യാർ ചെയ്തിരുന്നു. ഒട്ടക കട്ടിലിന്റെ പുറത്ത് അന്ന് നബിതങ്ങൾ കയറി നോക്കുമ്പോൾ കട്ടിൽ കെട്ടിയത് അത്ര റാഹത്തില്ല. നബിതങ്ങൾ ചോദിച്ചു, ഇത് അസ്ല അല്ലേ കെട്ടിയത്? കാരണം അസ്ലഇന്റെ കെട്ടും അതിന് പിന്നെ ഒരു പോരായ്മ ഉണ്ടാവൂല, നല്ല വൃത്തിക്ക് കെട്ട്. നബിയുടെ ആ ഇരുത്തൊക്കെ നല്ല റാഹത്തോ. ഒട്ടകപ്പുറത്ത് അറിയാമല്ലോ, ഒട്ടകപ്പുറത്ത് കയറിയിട്ടുള്ളവരെന്ന് കൈയുയർത്തിക്ക്. എത്ര പേര് കയറിയിട്ടുണ്ട്? ഒട്ടകപ്പുറത്ത് നീ കയറി ഇടിയിട്ടായിരിക്കും വല്ലവരും. ആരാ ഒട്ടകപ്പുറത്ത് കയറി? ഇവിടെ ആരും കയറിയിട്ടില്ല. മക്കത്തും മദീനത്തും പോയപ്പോഴും കയറിയിട്ടില്ല. ഇതാ അവിടെ ഒരാൾ ഒട്ടകപ്പുറത്ത് കയറിയ ഒരാളെ നിങ്ങളുടെ മഹല്ലത്തിൽ കണ്ടോളൂ. എല്ലാവരും കണ്ടോ? അതാ അവിടെ കൂടാരത്തിരിപ്പോട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഒട്ടകപ്പുറത്ത് പ്രത്യേകം കയറണമെങ്കിൽ പ്രത്യേക കോച്ചിങ് ഉണ്ട്. അത് ആദ്യം നല്ലപോലെ പഠിക്കണം. ഇതിന്റെ മുകളിൽ കയറി ഇരുന്നാൽ തന്നെ നമ്മൾ കൈ ഫ്രണ്ടിൽ നല്ലപോലെ വെച്ചിട്ട് നമ്മുടെ നെഞ്ചങ്ങോട്ട് പിരിക്കണം, പുറകോട്ട് ഇങ്ങനെ പിരിച്ചിരിക്കണം. കാരണം എന്തുകൊണ്ട്? ഈ ഒട്ടകം എഴുന്നേക്കുന്ന സമയത്തും ഒട്ടകം ആദ്യത്തെ ഫ്രണ്ട് കാലിങ്ങനെ മുട്ടുകുത്തിയിട്ട് അങ്ങോട്ട് ആയുന്ന സമയത്തും നമ്മൾ ചിലപ്പോൾ മറിഞ്ഞതായിട്ട് വീഴും. പെടലി ഇടിച്ച് വീണ ആള് മയ്യത്താണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വീണ് മരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വീണ് ഉളുക്ക് വീണിട്ടുണ്ട്, പ്രയാസമുണ്ടായിട്ട് നേരെ മർമ്മ അടിച്ച് വീഴും. അതിന് മുകളിൽ കയറുമ്പോൾ നല്ല പിടിച്ച് വൃത്തിയായിട്ടിരിക്കണം. അതിന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ ഈ കൂടാരം കെട്ടുമ്പോൾ നല്ല റാഹത്തായിട്ട് ഇരുത്തം ശരിയാവണം. ഒട്ടകപ്പുറത്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒട്ടകവും കുതിരയൊക്കെ അതിന്റെ പുറത്തൊരാളിങ്ങനെ പോകുമ്പോൾ നല്ല സുഖമായിരിക്കുമല്ലോ എന്ന് കരുതരുത്. ഏകദേശം നമ്മുടെ പൃഷ്ഠത്തിന്റെ ഭാഗം തീരുമാനമാവും, എല്ല് തേയും. കാരണം അതിന്റെ മുകളിലൊന്നും യാത്ര അത്ര സുഖകരമല്ല. അതിനാണ് പ്രത്യേക ജീനിയൊക്കെ ഇട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തിട്ടെന്ന് പറഞ്ഞാലും വലിയ സുഖം ഉണ്ടാവൂല. ഇതിങ്ങോട്ട് കുലുങ്ങുമ്പോൾ അതിന്റെ എല്ലൊക്കെ വന്ന് നമ്മുടെ പൃഷ്ഠഭാഗത്തൊക്കെ ഇടിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വഴിക്കാവും. വലിയ പാടാണ്. അപ്പൊ അത് നല്ല രീതിയിൽ ക്രമീകരിക്കണം. ഒട്ടകക്കട്ടിൽ നല്ല റാഹത്തായിട്ട് ക്രമീകരിക്കണം. അതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഒട്ടകപ്പുറത്തൊക്കെ കയറി നോക്കണം കേട്ടോ. വലിയ ബറക്കത്തുള്ള ജീവിയല്ലേ. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? മറ്റുള്ള ജീവികളെ പോലെയല്ല, മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം. ഒട്ടകത്തിന്റെ കാൽപാദം നോക്കണം, നല്ല പരന്നതാണ്. അത് മരുഭൂമിയിലെ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടക്കാൻ യോഗ്യമാണ്. വളരെ സഞ്ചാര യോഗ്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കുളമ്പിനെ മാറ്റിയിരിക്കുന്നു. അതിന്റെ കണ്ണിന്റെ ഭാഗങ്ങൾ നോക്കി നിങ്ങൾ, കൺപീലികൾ വളരെ നീളമുള്ളതാണ്. അതിന് ശക്തമായ പൊടിക്കാറ്റ് വരും. മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശക്തമായ കാറ്റ് വരും.
ഞാനിപ്പോൾ ഈ കഴിഞ്ഞ മാസം ഉംറയ്ക്ക് വേണ്ടി പോയി. ഹജ്ജ് കഴിഞ്ഞ് വന്നത് തൊട്ടു പുറകെ ഉംറയ്ക്ക്. ആ ഉംറയുടെ ബാച്ചായിട്ട് പോയി ഞങ്ങൾ ഹുദൈബിയയിൽ ഒട്ടക സംഘങ്ങളെ കാണിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ ഈ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അത് കാണണമെന്നുള്ള സന്തോഷത്തിൽ അവിടെ പോയി. ചെന്നപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ശക്തമായ കാറ്റാണ്, പൊടിക്കാറ്റ് എന്ന് പറയുന്നത് നല്ല കാറ്റും കൂടെ അടിക്കും. കാറ്റടിച്ചു കഴിഞ്ഞാൽ ഒന്നും പരിസരം ഒന്നും കാണാൻ പറ്റൂല. ഇറങ്ങുന്ന മനുഷ്യൻ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ശരീരം മുഴുവൻ മണ്ണ് വന്ന് മൂടും. യാത്ര ആ സമയത്ത് വളരെ ക്ലേശകരമാണ്. പക്ഷെ ആ സമയത്തൊന്നും ഒട്ടകത്തിനൊരു പ്രശ്നമില്ല. ഒട്ടകത്തിന്റെ കണ്ണിലേക്ക് ഒരു തരി പോലും പൊടി വരൂല. കാരണം കണ്ണിന്റെ പീലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നീളമുള്ളതാക്കിയിരിക്കുക. ഞാനിത് പറയുന്നത് നിങ്ങൾ ഇനി ഒരു ഒട്ടകത്തെ കാണുമ്പോൾ ശരിക്കും നോക്കിക്കോണം. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. മാത്രമല്ല ഒരു പ്രാവശ്യം വെള്ളം കൂടെ കുടിച്ചാൽ ധാരാളം വെള്ളം അത് കുടിച്ചത് അത് സംശീകരിച്ചു വെക്കും. ദിവസങ്ങളോളം വെള്ളമില്ലാതെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ യോഗ്യമായ ലോകത്ത് ഒരേ ഒരു വാഹനം അത് ഒട്ടകം മാത്രമാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആളുകൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഖുർആനാണ്. ശാസ്ത്രം പിന്നീടാണ് ഇതിനെക്കുറിച്ചൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് ഖുർആനിന്റെ പിറകിൽ അണിനിൽക്കാൻ കാരണം അതാണ്. എത്ര മനോഹരമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖുർആൻ. ഇത് അദ്ദേഹം ഒരിക്കലും എഴുതിയതല്ല. കാരണം ഇത്രയേറെ വിശാലമായ അറിവിന്റെ സാഗരത്തിലേക്ക് ഉമ്മിയായ ഒരു കുട്ടിക്ക് ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അന്ന് അറബികൾ സാക്ഷ്യപ്പെടുത്തി. നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകക്കട്ടിലിൽ കയറി അസ്ലഅ റളിയല്ലാഹു അൻഹുവിനോടാണ് ഒട്ടകക്കട്ടിൽ തയ്യാർ ചെയ്യാൻ പറയുന്നത്. സാധാരണ നബിക്ക് ഒട്ടകക്കട്ടിൽ തയ്യാർ ചെയ്യുന്നത് അദ്ദേഹമാണ്. അന്ന് അദ്ദേഹം തയ്യാറാക്കാതെ മറ്റൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു. എന്താണ് അതിന്റെ ചേതോവികാരം? ഒട്ടകക്കട്ടിൽ കയറി നബിതങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നബിക്ക് യാത്ര അത്ര റാഹത്തായില്ല. ഒട്ടകക്കട്ടിൽ കെട്ടല് ശരിയായില്ല. നബി പറഞ്ഞു, ഇത് അസ്ല അല്ല കെട്ടിയിരിക്കുന്നത്, വേറെ ആരാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അസ്ലോയിനോട് ചോദിച്ചു, എന്താ പറ്റി അസ്ല, നീ അല്ലേ ഒട്ടകക്കട്ടിൽ കെട്ടിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല. എന്താ നീ കെട്ടാതിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിതങ്ങളെ, എനിക്ക് ഇന്നലെ ജനാബത്തുണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി. തങ്ങൾ പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറഞ്ഞപ്പോ കുളിക്കാനുള്ള സാഹചര്യം, വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസം വന്നു. തങ്ങൾക്കാണ് യാത്ര പെട്ടെന്ന് പോകുകയും വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചത്. തങ്ങളുടെ യാത്ര വേഗം നടക്കട്ടെ എന്നർത്ഥം. ഞാൻ കുളിച്ചു വരുന്നത് വരെ തങ്ങളെ വെറുതെ വിഷമിപ്പിക്കണ്ട, തങ്ങൾ എന്നെ കാത്തു നിൽക്കണ്ട. തങ്ങളൊരു ഉന്നതനായ വ്യക്തിത്വമാണല്ലോ. അതുകൊണ്ട് വലിയ ശുദ്ധിയാകുന്ന ഞാന് തങ്ങളുടെ ഒട്ടക കട്ടിലിൽ തൊട്ട് അശുദ്ധിയാവണ്ട എന്ന് കരുതിയിട്ട് ഞാൻ മാറി നിന്നതാണ്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. നബിതങ്ങളോടുള്ള ബഹുമാനം അവിടെ വരെ അവർ സൂക്ഷിച്ചു സ്വഹാബത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ പറയോ നബിയെ തൊടുന്നില്ല, നബി കയറുന്നതാകുന്ന ഒട്ടകക്കട്ടിൽ കെട്ടാൻ മുന്നേ അദ്ദേഹം നിന്നില്ല. കാരണം അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഉന്നത വ്യക്തിത്വത്തിന് ഒരു പ്രയാസം ഉണ്ടാവേണ്ട അശുദ്ധിക്കാരനാകുന്ന ഞാൻ തൊട്ടിട്ട് അത്രമേൽ സൂക്ഷ്മത വെച്ചു. നബി അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രശംസിച്ചു. നീ ചെയ്തത് നല്ലതാണെന്ന് പറഞ്ഞു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നബി ഒരു സാദാസീത മനുഷ്യനല്ല എന്നതിലേക്ക് കുറിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. സഹാബത്ത് കൊടുത്ത ബഹുമാനം എത്രയാണ്? സഹാബത്ത് കൊടുത്ത ബഹുമാനം എത്രയാണ് ആദരവ്. മറ്റൊരിക്കൽ ഒരു സഹാബി വര്യൻ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞു മടക്കുന്നില്ല. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം ഫ്രണ്ടിലേക്ക് വന്നിട്ട് വലൈക്കും സലാം പറഞ്ഞു. ചോദിച്ചു, എന്താ നിന്നെ കാണുന്നില്ലല്ലോ, നീ എന്താ സലാം മടക്കാൻ? സലാം മടക്കൽ നിർബന്ധമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അസ്സലാമു അലൈക്കും എന്നുള്ളത്, ആ സലാം എന്നുള്ള വാക്ക് അള്ളാഹുവിന്റെ വാക്കാണ്. ആ സമയത്ത് എനിക്ക് അശുദ്ധിയുണ്ട്, അത് ഉയർത്താൻ വേണ്ടി ഞാൻ മറയിൽ പോയി തയമ്മം ചെയ്ത് പെട്ടെന്ന് വന്നിട്ട് തങ്ങൾക്ക് വലൈക്കും അസ്സലാം എന്ന് സലാം മടക്കിയതാണ്. അവരുടെയൊക്കെ ബഹുമാനം എത്രയാണ്. നമ്മളാണെങ്കിലും രണ്ടെണ്ണം വിട്ടോണ്ട് പറയും ഉള്ള ബഹുമാനം കൂടി ഇല്ലാതാക്കുള്ളൂ. നമ്മുടെ ശൈലി പറയാൻ, നമ്മുടെ രീതി പറയാണ്, നമ്മുടെ ശൈലി അതാണല്ലോ. നമുക്കൊരു ബഹുമാനം ഇല്ല, ആദരവില്ല. ബഹുമാനിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ അരോചകം. എന്നാ സ്വഹാബത്ത് ബഹുമാനിച്ച ശൈലി മനസ്സിലായിക്കോ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീൻ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയേണ്ടതായ കൊമ്പ് വെപ്പിച്ചതാകുന്ന രക്തം ബഹുമാനപ്പെട്ടതാകുന്ന സിനാർ റളിയല്ലാഹു അൻഹു കയ്യിലേക്ക് നബി തങ്ങൾ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സിനാനെ, ഇത് കൊണ്ടുപോയി നീ ഒഴിച്ചു കളയണേ, കുഴിച്ചിടണേ. മഹാനായ
മഹാനായ സിനാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തതായ പ്രസിദ്ധനായ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട സിനാൻ റളിയല്ലാഹു അൻഹു തൊട്ടപ്പുറത്ത് മറയിലേക്ക് പോയിട്ട് ആ കോപ്പയിലിരുന്നതായ പ്രവാചകരുടെ രക്തം മുഴുവനും ബിസ്മില്ലി അങ്ങ് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പഠിച്ചു വെക്കണേ കൈതോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, നിലമേലുള്ള പ്രിയപ്പെട്ട വിശ്വാസികൾ, റസൂലുള്ളാഹിയെ കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതായ വസ്തുതയാണ്. രക്തമെന്ന് പറയുന്നത് നജസാണ്, നജസാണ്. അത് ഒഴിച്ചു കളയൽ നിർബന്ധമാണ്. ആദരവായ പ്രവാചകന്റെ മുന്നിൽ അദ്ദേഹം കടന്നു വന്നു. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്ത് ചെയ്തു സിനാനെ, എന്താണ് നീ രക്തം കൊണ്ടുപോയി ചെയ്തത്? സിനാൻ റളിയല്ലാഹു അൻഹു പറച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാനത് കുടിച്ചു പോയി ഹബീബേ, ഞാനത് കുടിച്ചു. തങ്ങളുടെ രക്തമല്ലേ, അത് ശുദ്ധിയുള്ളതാണെന്ന് എന്റെ വിശ്വാസം. ഞാനത് കുടിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകം സ്പർശിക്കാത്ത ഒരു വ്യക്തിയെ പ്രിയപ്പെട്ട മുഅ്മിനെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇദാ ഫല്ലൻദുർ ഇലാ സിനാൻ, ഈ സിനാനിലേക്ക് നോക്കണേ, നോക്കണേ, ഇവനെ നരകം സ്പർശിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്റെ ശരീരത്തിലൂടെ ഊട്ടപ്പെട്ടതാകുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രക്തം അതല്ലേ ഇവൻ കുടിച്ചത്. അതുകൊണ്ട് ഇവന്റെ ശരീരത്തിലേക്ക് എന്റെ രക്തം കയറിപ്പോയി. ഇവനെ നരകമിന് സ്പർശിക്കില്ല, സ്പർശിക്കില്ല. നരകം തൊടാത്തതാകുന്ന ഒരു വ്യക്തിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ സിനാനിലേക്കൊന്ന് നോക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ രക്തം പോലെയല്ല ആരുടെ രക്തം? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. ഒരു സാധാസീത മനുഷ്യനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലോകം മുഴുവനും അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ തന്നെ എല്ലാ വിശ്വാസിനികളും ഒരുങ്ങി തയ്യാറായി വീടും പരിസരവും വൃത്തിയായി കൃത്യമായി സൂക്ഷിച്ച് എല്ലാവരും മൗലിദ് പാരായണം നടത്തി പ്രവാചകരെ പ്രകീർത്തിച്ച് പരിശുദ്ധമായ നബിദിനത്തിന്റെ മനോഹരമായ സംഗമത്തിന് വേണ്ടി എല്ലാവരും നിലകൊള്ളുന്നതിന്റെ താല്പര്യം അതാണ്. ഒരു സാധാരണ മനുഷ്യനല്ല. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ആ രക്തം കൊണ്ടുപോയി ആര് കുടിച്ചു? സഹാബിയ നബി തങ്ങളുടെ അനുയായി സിനാൻ റളിയല്ലാഹു അൻഹു കുടിച്ചു. വന്നപ്പോ നബി ചോദിച്ചില്ല എന്താ ഇത്? കാരണം അത് കൗമിന് മനസ്സിലാക്കണമല്ലോ. നബിക്കറിയാം ഇപ്പം കൊണ്ട് കുടിച്ചിട്ടുണ്ടാവും. നാട്ടുകാർക്ക് തിരിയണമല്ലോ, തിരിച്ചു കൊടുക്കാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കുടിച്ചു. ആ കുടിച്ചല്ലേ? എന്തിനാ കുടിച്ചു? രക്തത്തിന്റെ രസം അറിയില്ലേ എന്ന് ചൂടാവുമല്ല ഉണ്ടായത്. നബി തങ്ങൾ പറഞ്ഞു, നരകം തൊടാത്തൊരു മനുഷ്യനെ കാണണമെങ്കിൽ ഇയാളെ നോക്കൂ, സിനാനിലേക്ക് നോക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ സമുദായം പഠിക്കണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിക്കുക. ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് വെക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ ഒരു യാത്ര പോയി. ആ യാത്രാവേളയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്വഹാബത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് സങ്കടം പറഞ്ഞു, നബിയെ ഫഖദിനൽ മാഅ യാ റസൂലല്ലാഹ്, കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, വുളു എടുക്കാൻ വെള്ളമില്ല. അസറിന്റെ വഖത്ത് എത്തിയിരിക്കുന്ന ഹബീബേ, നിസ്കരിക്കുന്നത് എങ്ങനെയാണ്? അംഗസ്നാനം ചെയ്യുന്നത് എങ്ങനെയാണ്? വുളു എടുക്കാൻ വെള്ളമില്ല, അസറിന്റെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അമാനുഷികമായ കഴിവാണല്ലോ മുഅ്ജിസത്ത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസായി പറയുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, വെള്ളം വല്ല ഇരിപ്പുണ്ട്? അപ്പൊ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഉണ്ട് നബിയെ, ഒരു തോൽപാത്രത്തിലുണ്ട്, കൊണ്ടുവാ. പതുക്കെ ബിസ്മില്ലാ അതിലേക്ക് കൊണ്ട് കൈവച്ചു. മാഷാ അല്ലാഹ്. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ നബിയുടെ കയ്യിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നത് നേർക്ക് നേരെ കാണുക. ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അന്ന് 80 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 80 പേരുണ്ടായിരുന്നു ആ യാത്രയിൽ. ഞങ്ങൾക്കെല്ലാം ആ വെള്ളം റാഹത്തായിട്ട് വുളു എടുക്കാനും കുടിക്കാനും ഒക്കെ പറ്റി. നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിക്കുകയാണ് വെള്ളം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
കയ്യിൽ നിന്ന് ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം പ്രവഹിച്ചിട്ടുണ്ട്. ഹുദൈബിയയിൽ പ്രവഹിച്ചത് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഇത് മറ്റൊരു സംഭവമാണ് ഇപ്പൊ പറഞ്ഞത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖതാദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സംഭവം ശരിക്കും മനസ്സിലാക്കാം. മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ളുഹറിന്റെ സമയമായപ്പോൾ വെള്ളമില്ലാതെ ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. വരൾച്ച ബാധിച്ച സമയമാണ്, വെള്ളമില്ല, വല്ലാതെ ബുദ്ധിമുട്ടു. ഞങ്ങൾ നബി എടുത്തിട്ട് പറഞ്ഞു, ഫഖദനൽ മാഅ, വെള്ളമില്ല നബിയെ, വെള്ളം എത്തിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം പ്രയാസത്തിലാണ്, ഒന്നിനും വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും നബി തങ്ങൾ കൈവച്ചു, ഉള്ള വെള്ളത്തിലേക്ക് കൈയിറക്കി വെച്ചു. കയ്യിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അനസേ നിങ്ങൾ അന്ന് എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 300. എത്ര പേരുണ്ടായിരുന്നു? 300 പേരുണ്ടായിരുന്നു. നേരത്തെ എത്രയും പറഞ്ഞത്? നേരത്തെ എത്രയാ പറഞ്ഞത്? 50 അല്ലേ? 80. ഇപ്പൊ എത്രയായി? 300 പേരെ. നോക്കണം നിങ്ങൾ, 300 പേർക്ക് ഉളു എടുക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളം എവിടുന്ന ഇപ്പൊ വരുന്നത്? എവിടുന്ന വെള്ളം? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടതാണ് എന്ത്? സംസം. ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെതായെന്ന പ്രഭവ കേന്ദ്രമാണ്. ഭൂമിയിൽ നിന്നാണല്ലോ വെള്ളം പൊട്ടിപ്പുറപ്പെടുക. അവിടെ കാലിട്ടടിച്ചപ്പോൾ അവിടെ നിന്ന് വന്നു, വെള്ളം പുറപ്പെട്ടു. അതാണ് എന്ത്? പരിശുദ്ധമായ മാഉ സംസം. ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അതാ. ഇന്ന് കിട്ടാനുള്ള വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ ഏതാണ്? സംസം വെള്ളം. അതിന്റെ മുകളിലേക്ക് മറ്റൊരു ഒരു വെള്ളവും ഇല്ല. ലോകത്ത് ഏതെല്ലാം കുളത്തിൽ നിന്നും തടാകത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഒരുമിച്ച് കൂട്ടി അതെല്ലാം കൊണ്ട് നിങ്ങൾ സസൂക്ഷ്മമായിട്ട് ഫാക്ടറിയിൽ വെച്ച് പരിശോധിച്ചാലും ഏറ്റവും ഉന്നതമായ രീതിക്ക് എല്ലാ കലോറികളും ഉൾക്കൊണ്ട നല്ല മനോഹരമായ ഗ്രേഡ് കൂടിയ ഫസ്റ്റ് ക്വാളിറ്റിയുള്ള 100 വർഷം കഴിഞ്ഞാലും ഒരു കേടുപാട് സംഭവിക്കാത്ത ഒരേ ഒരു വെള്ളം മാത്രമായിരിക്കും, സംസം മാത്രമായിരിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് ഇന്ന് കിട്ടുന്ന വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ. അത് എവിടുന്നാ പുറപ്പെട്ടത്? അത് ഭൂമിയിൽ നിന്നാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ പുറപ്പെടുന്നതിന്റെ പ്രഭവ കേന്ദ്രമാണ്, അതിന്റെ മമ്പ ആണത്. എന്നാൽ ഇത് കയ്യിൽ നിന്ന് പ്രവഹിക്കാൻ, മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കാൻ, രക്തമല്ലാതെ എന്താണ് പുറത്തോട്ട് വരാനുള്ളത്? രക്തവും ചീഞ്ചലവും അല്ലാതെ നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരിക? നബി ഒരു സാദാസീത മനുഷ്യനാണെന്ന് പറയുന്ന ആളുകളോടാണ് ചോദിക്കാനുള്ളത്. നബിയുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ചതാകുന്ന ആ വെള്ളം സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ 300 പേര് നല്ല റാഹത്തായിട്ട് ഉളു എടുത്തു, ഞങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ. ഇനി അറിയണോ മറ്റൊരു സംഭവം? ഹിജറയുടെ 6-ാം വർഷം മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോയതാണല്ലോ ഹിജറ. ആ ഹിജറ ചെയ്ത് 6 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായി നബിയും സ്വഹാബത്തും 1500ഓളം വരുന്ന സ്വഹാബത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ലക്ഷ്യം വെച്ച്, കഅബ ലക്ഷ്യം വെച്ച് ഉംറയ്ക്ക് വേണ്ടി വരികയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. മക്കയിലെ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണല്ലോ നാട് വിട്ടുപോയത് മദീനയിലേക്ക്. 450 കിലോമീറ്ററാണ് മദീനയിലേക്കുള്ളത്. ആ 450 കിലോമീറ്റർ ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാറിയിട്ടുള്ള ദുൽഹുലൈഫ എന്ന് പറയുന്നതായ മീഖാത്തിൽ പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണ്. നബിയോടൊപ്പം ഒരുപാട് സഹാബത്തും ഇഹ്റാം ചെയ്തു. വേറെ കുറച്ച് സഹാബത്ത്, ആ 1500 കുറച്ച് ആളുകൾ ജുഹഫ എന്ന് പറയുന്ന മറ്റൊരു മീഖാത്തിൽ നിന്നാണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത്. അവിടെ നബിയുടെ കൂടെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തില്ല. വേറെ കുറച്ച് ആളുകൾ അങ്ങ് എത്തിയിട്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാമെന്ന് പറഞ്ഞ് ഇഹ്റാം ചെയ്യാതെയും കൂടി. ഭൂരിപക്ഷ ആളുകളും എവിടെ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ടുണ്ട്? ഉംറയ്ക്ക് വേണ്ടി ദുൽഹുലൈഫ എന്ന് പറയുന്ന ഹജ്ജിന്റെ മീഖാത്തിൽപ്പെട്ട ആ മീഖാത്തിൽ തന്നെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. ജുഹഫയും ഹജ്ജിന്റെ മീഖാത്താണ്. ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ മറ്റൊരു വിഷയമാണ്. അവിടെ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് എല്ലാവരും നേരെ വന്നു. അവരെ ആര് തടഞ്ഞു? മക്കയിലെ മുശ്രിക്കീങ്ങളാകുന്ന ശത്രുക്കൾ തടഞ്ഞു. പരിശുദ്ധമായ മക്കയിലേക്ക് കയറാൻ ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ. ശുമൈസി എന്ന് പറയുന്ന പ്രവിശ്യ, അതാണ് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ച് തടഞ്ഞു. അവിടെ വെച്ചാണ് ഹുദൈബിയ സന്ധി ഉണ്ടാവുന്നത്. ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ഹുദൈബിയ സന്ധി തടഞ്ഞു. അവിടെ 2-3 ദിവസം തങ്ങേണ്ടി വന്നു നബിയും സ്വഹാബത്തും. ആ തങ്ങുന്നതിനിടയിൽ പല ചർച്ചകൾ നടന്നു, സന്ധികൾ നടന്നു. നബി തങ്ങൾ സ്വഹാബത്തിനെ അങ്ങോട്ട് വിടുന്നു.
ആ സ്വഹാബത്തിൽ പല ആളുകളെയും പേടിപ്പിച്ചു വിടുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിടുന്നു. അതിന് മുമ്പൊരു സഹാബി വിട്ടു. ആ സഹാബിയുടെ ഒട്ടകങ്ങളെ അവർ കൊന്നുകളഞ്ഞു. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും 10 സ്വഹാബത്തിനെയും നബി തങ്ങൾ അങ്ങോട്ടേക്ക് കാര്യവിവരങ്ങൾ അറിയാൻ വിട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ വന്നുകൊണ്ട് തവാഫ് ചെയ്യാം, പോയി സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്യാം, മുടിയെടുക്കാം, ഉംറ നിർവഹിച്ച് തിരിച്ചു പോകാം. മുഹമ്മദിനെ ഞങ്ങൾ സമ്മതിക്കില്ല. മുഹമ്മദ് പ്രശ്നക്കാരനാണ്, മാരണക്കാരനാണ്, കൂടോത്രക്കാരനാണ്, പ്രശ്നക്കാരനാണ്. ഈ നാട് വിട്ട് ഞങ്ങൾ ഓടിച്ചു വിട്ടതാണ്. ഈ നാട്ടിലേക്ക് 6 കൊല്ലങ്ങൾക്ക് ശേഷം അവൻ ഇവിടെ കാബയുടെ പരിസരത്ത് വന്ന് നിർഭയത്വത്തോടുകൂടി തവാഫും സഈയും ചെയ്ത് ഉംറ നിർവഹിച്ചു പോയാൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടാണ്. നിങ്ങൾ അറിയണം, ഈ യാത്ര മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര നടന്നതിന് ശേഷം ഹിജറയുടെ 2ാമത്തെ വർഷമാണ് ബദർ നടന്നത്. ശത്രുക്കൾ തുന്നം പാടി. അതിലാണ് അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ തീർന്നു. തൊട്ടടുത്ത വർഷമാണ് 3ാം വർഷമാണ് ഉഹദ് നടന്നത്. ഇങ്ങനെയുള്ള എല്ലാ യുദ്ധങ്ങളിലും ജയിച്ച് അടക്കി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ 6 കൊല്ലങ്ങൾക്ക് ശേഷം ഹിജറയുടെ 6ാം വർഷം വരികയാണ്. എത്ര പേരാ വരുന്നത്? 1500ഓളം സ്വഹാബത്ത്. അവരെ തടഞ്ഞു, ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് തടഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഉംറ ചെയ്യാൻ പറ്റൂല, തടയില. അവിടെ വെച്ചാണ് സന്ധി നടക്കുന്നത്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കരുതിയിരുന്ന, മക്ക വരെ എത്താൻ വേണ്ടി കരുതിയിരുന്നതായ വെള്ളവും സാധനങ്ങളും ഒക്കെ പെട്ടെന്നുള്ള അവിടുത്തെ താമസവും ആ നിൽക്കലിലും കഴിഞ്ഞു. കയ്യിലുള്ള എല്ലാം കഴിഞ്ഞു. സംഭവം വല്ല പ്രയാസമാണ്. അപ്പൊ രാത്രി തന്നെ എല്ലാം തീർന്നിട്ടുണ്ട്. സ്വഹാബത്തൊക്കെ പരസ്പരം പറയാൻ തുടങ്ങിയിട്ട് വെള്ളമൊക്കെ തീർന്നിട്ട് ഇപ്പൊ നാളെ രാവിലെ എന്ത് ചെയ്യും? 1500 പേരുണ്ട്, 1-2 പേരല്ല. ഇപ്പൊ ഇവിടെ 1500 പേരുടെ ഒരു ക്യാമ്പ് നമ്മൾ നാളെ സംഘടിപ്പിച്ചെന്ന് വെക്കുക. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പരിപാലകർ, കമ്മിറ്റിക്കാർ അതിനു വേണ്ടി ചെയ്യാം. ആലോചിച്ചു നോക്കുന്ന ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട് എങ്കിൽ അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ളതാകുന്ന വസ്ത്രം, അവരുടെ താമസ സൗകര്യം, അവരുടേതാകുന്ന വാഷ്റൂമുകൾ, സംവിധാനങ്ങളൊക്കെ സജ്ജീകരിക്കണം. നിസ്സാര കാര്യമല്ല. ഈ 1500 പേര് മരുഭൂമിയിൽ അവിടെ തടയിടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഹുദൈബിലെ പോയ ഒരു ചെറിയ പള്ളി കാണാം. അവിടുത്തെ വാഷ്റൂം തന്നെ ഇപ്പോഴും പരിതാപകരാണ്. നിലവിൽ സാഹചര്യം 2026 ഇപ്പൊ പറയുന്നത് കേട്ടോ. 10 കൊല്ലം കഴിഞ്ഞ് വാത് കേൾക്കുന്നവൻ പറയും ഇവിടെ നന്നാക്കിയിട്ടുണ്ടെന്ന് കമന്റിനുണ്ട്. ഞാനിപ്പോ ഇത് പറയുന്നത്. നിലവിലെ സാഹചര്യം അവിടുത്തെ വാഷ്റൂം ഇപ്പോഴും പരിതാപകരാണ്. ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാര്, അമീർമാരൊക്കെ പറയും നിങ്ങൾ റൂമിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്തിട്ട് ഒന്നുകൊടുത്ത് റാഹത്തായിട്ട് പോയിക്കോ, അവിടെ വാഷ്റൂം ഇടങ്ങേറാണെന്ന് നേരത്തെ തന്നെ അനൗൺസ്മെന്റ് കൊടുക്കും. നിലവിലെ സാഹചര്യം പരിതാപകരമാണ്. അപ്പൊ 1500 വർഷം മുമ്പ് ഒന്നുമില്ല മരുഭൂമി. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവിടെ നബിയും സഹാബത്തും പോയി ഇത്രയും ആളുകൾ പോയി തങ്ങി പാർത്തുള്ള ആ ഒരു അവസരം ആലോചിച്ച് നോക്ക്. അതിശക്തമായ വെയില്, വെള്ളം എല്ലാം തീർന്നു. നേരം വെളുത്തപ്പോ സഹാബത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഫഖദ്നൽ മാ, 1500ഓളം പേർക്കുള്ളതായ വെള്ളങ്ങളൊന്നുമില്ല. ഒരു പരീക്ഷണം കൂടി അല്ലാഹു കൊടുത്തു എന്നാ ചരിത്രം. 2-3 ദിവസമായല്ലോ ഈ യാത്രയും ക്ലേശവും, മരുഭൂമിയിലൂടെയുള്ളതാകുന്ന യാത്ര. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവരവിടം വരെ എത്തുക. നമ്മൾ ഇന്നിപ്പോ ഒന്ന് ഉംറയ്ക്ക് കരുതണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റും പൈസ എല്ലാം കൊടുത്ത് ഫ്ലൈറ്റിൽ കയറി റാഹത്തായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ജിദ്ദയിൽ പോയി അവിടുന്ന് നേരെ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും മാക്സിമം പോയാൽ എല്ലാം കൂടി നോക്കിയാൽ 1 ദിവസം പോലും തികയില്ല. 1 ദിവസം കൊണ്ട് ഉംറ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തും. മറ്റേത് ഇത്രയും ദിവസം മരുഭൂമിയിലുള്ള 450 കിലോമീറ്റർ അറക്കാനുള്ള ഒട്ടകങ്ങളെയും സാധനങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. ഇനി മക്ക കാണാൻ അടുത്തെത്തി 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോഴാണ് പറയുന്നത് അങ്ങോട്ട് കയറാൻ പറ്റൂല. അവര് ജനിച്ച് കളിച്ച് വളർന്നതായ നാട്ടിൽ നിന്ന് അവര് പോയി ആ നാട്ടിലേക്ക് കയറാൻ പറ്റൂല എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽപ്പുണ്ട്. പറഞ്ഞു എല്ലാം സൈലന്റ് ആവണം. ഇവിടെ ആരും ഒച്ചപ്പാടൊന്നുമില്ല. സുൽഹിന്, സന്ധി സംഭാഷണത്തിന് വേണ്ടി സഹിൽ ബിൻ ഉമൈർ അടക്കമുള്ള ആളുകൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്നു. അവരുമായി നബി തങ്ങൾ സന്ധി ഏർപ്പെട്ടു. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വെള്ളം ഇല്ല എന്നുള്ള സങ്കടം പറഞ്ഞവർ നബി പറഞ്ഞു, ആരുടെ കയ്യിലെങ്കിലും സ്വല്പമെങ്കിലും വെള്ളം ഉണ്ടോ, പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരു തോൽപാത്രത്തിൽ, അന്ന് തോൽപാത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കുക, അതിലേ ഉള്ളൂ, ഒരല്പം വെള്ളമുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട വലത് കൈ അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. മാഷാ അല്ലാഹ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ.
യലീഹി മാഉ സംസമിൻ ഫൽകൗസരി ഫനീലു മിസ്രിൻ ثم ബാഖിൽ അൻഹുരി. പഠിച്ചു വെക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈ, ശറഫാക്കപ്പെട്ട കൈ ആ തോൽപാത്രത്തിനുള്ളിലേക്ക് അങ്ങ് ഇറക്കി വെച്ചപ്പോ സ്വഹാബത്ത് പറയുകയാണ്, വഖദ് റഅയ്നാ മിൻ ബൈനി അസ്ഹാബിഹി യംബുൽ മാ. നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം അങ്ങനെ പ്രവഹിക്കുന്നതായി, ഒരു ജലാശയം പൊട്ടിപ്പുറപ്പെടുന്ന പോലെ നബി തങ്ങളുടെ വിരലിനിടയിൽ നിന്ന് വെള്ളം അങ്ങനെ പുറത്തേക്ക് കളിക്കുന്നതായി ഞങ്ങൾ നേർക്ക് നേരെ കാണുകയാണ്. മാഷാ അല്ലാഹ്, ഞങ്ങൾ 1500ഓളം വരുന്ന സ്വഹാബത്ത് മുഴുവനും ഞങ്ങളെല്ലാവരും കുളിച്ചു, ഞങ്ങളെല്ലാവരും അതിലൂടെ നല്ലതുപോലെ അംഗസ്നാനം ചെയ്തു, ഞങ്ങളെല്ലാവരും റാഹത്തായി ഉപയോഗിച്ചു. 7-8 ദിവസങ്ങളായി യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന ഇവർക്കൊരു പരീക്ഷണം കൂടി അള്ളാഹു കൊടുത്തിരുന്നു. പല ആളുകൾക്കും വലിയ ശുദ്ധി ഉണ്ടായി, ക്ഷീണിച്ച് അവശരായിട്ട്. അതൊരു പരീക്ഷണ. അങ്ങനെ വെള്ളയില്ലാതെ ടെൻഷൻ അടിച്ച് ഇനി എങ്ങനെ നിസ്കരിക്കും, ഇബാദത്തെടുക്കും, ആകെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് നബിയുടെ കയ്യിൽ നിന്ന് വെള്ളം. യാ അല്ലാഹ്, കുളിക്കാൻ വേണോ? കുളിക്കടാ, കുളിക്ക്. വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇച്ചിരി ഒപ്പിച്ചു ഇനി നാളെ പറയണ്ട വിദേഹത്തുകാര്. കുളിച്ചിരുന്നു എന്ന് പറ, അവന്റെ പ്രശ്നം കഴിഞ്ഞ. നല്ല റാഹത്തായിട്ട് നബിയുടെ കയ്യിൽ നിന്ന് വെള്ളം പ്രവഹിച്ചത് കൊണ്ട് കുളിച്ചു. എന്നിട്ട് നല്ല ഒളു എടുത്തു, നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാൻ പറ്റി. വെള്ളമൊക്കെ ആവശ്യത്തിലധികം ശേഖരിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു. അന്ന് നിലച്ചു, പിന്നെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം പിന്നീട് പ്രവഹിച്ചിട്ടില്ല, അവിടെ കൊണ്ട് തീരുകയാണ്. അന്ന് കിട്ടിയ ആ വെള്ളം അത് ഇനിയില്ല. ഇപ്പോഴാരെങ്കിലും പറയാം, ഉസ്താദേ എന്റെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങണ്ട. ആരെങ്കിലും വേണേ അങ്ങനെ പറയും, ഇത് കേട്ടിട്ട് വന്നിട്ട് പറയും, ആ വെള്ളം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഉമർ ഉസ്താദ് എന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഒരു സൗദിയിൽ നിന്ന് അവിടുന്ന് ആ വെള്ളമൊക്കെ തീർന്നു കേട്ടോ. ആ വെള്ളമില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അള്ളാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആ വെള്ളം നിലച്ചു. പക്ഷെ അന്ന് കിട്ടിയതായ വെള്ളത്തെ കുറിച്ച് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെന്താ പറഞ്ഞെന്നറിയോ? അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിലൂടെ പുറത്തേക്ക് നിറകളിച്ചതായ വെള്ളമില്ലേ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതാണ്. അതിപ്പോ കിട്ടുമോ ഉസ്താദേ? ഇല്ല, അത് കഴിഞ്ഞു. അത് ആ സ്വഹാബത്തിന് മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ കൂടിയവർക്കൊക്കെ അത് കിട്ടി. അവർ കുളിച്ചു, നിസ്കരിച്ചു, എല്ലാം ഒതുകൊടുത്തു, എല്ലാം റെഡിയായി, റാഹത്തായി. ഇനി ഏതാ ശ്രേഷ്ഠതയുള്ള വെള്ളം ലോകത്ത്? യലീഹി മാഉ സംസമിൻ ഫൽകൗസരി ഫാനീലു മിസ്രിൻ ثم ബാഖിൽ അൻഹുരി. ഇനി ലോകത്ത് ശ്രേഷ്ഠതയുള്ള വെള്ളം രണ്ടാം സ്ഥാനമാണ് സംസമിന്. എന്താ അങ്ങനെ? സംസം പറഞ്ഞല്ലോ, അതൊരു പ്രവാചകന്റെ പാദസ്പർശം കൊണ്ട് അവിടുന്ന് നിർഗളിച്ച. ഏതായി പ്രവാചകൻ? സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഏതാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബിയുടെ മകനാകുന്ന ഇസ്മായിൽ നബിയുടെ പേരക്കുട്ടി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ശരിക്കും മനസ്സിലാക്കണം, അത് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാലേ ഇതൊക്കെ തിരിയുള്ളൂ, ഇല്ലെങ്കിൽ നട്ടം തിരി. ഒന്നില്ല ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ നന്നാവും, അല്ലെങ്കിൽ ഇടങ്ങേറാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണ് ആര്? ആ പരമ്പരയിലാണ് ആര് വന്നിരിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വാപ്പയാകുന്ന വല്ലുപ്പയാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹം കാലിട്ടടിച്ചതാകുന്ന സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ സഹായത്താൽ പുറത്തേക്ക് നിർഗളിച്ചതാണ് പരിശുദ്ധമായ സംസം വെള്ളം. സംസം പറഞ്ഞാൽ ഹിബ്രു ഭാഷയാണ്. അർത്ഥം എന്താണ്? മതി എന്നാണ് അതിന്റെ അർത്ഥം. എന്താ അർത്ഥം? മതി. അതാര് പറഞ്ഞതാണ്? ഹജറ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. അറിയാമല്ലോ, നമുക്ക് ചരിത്രം അറിയാമല്ലോ. സഫാ മർവയ്ക്കിടയിൽ അവർ ഓടുന്ന സമയത്ത് കുട്ടിക്ക് വേണ്ടി, ഇസ്മായിൽ എന്ന പൊന്നുമോന് വേണ്ടി വെള്ളം തേടി അലഞ്ഞുകൊണ്ട് ഓടുന്ന സമയത്താണ്
ആകാശത്ത് ഇങ്ങനെ പറവ വട്ടമിട്ട് പറക്കുന്നത് കുട്ടി കിടക്കുന്നതിന്റെ മുകളിൽ വന്ന് നോക്കുമ്പോ മാഷാ അല്ലാ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ കല്ലുകളൊക്കെ കൂട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ശേഖരിച്ച് കുട്ടിയെ പെട്ടെന്ന് കൊണ്ട് മാറ്റിയിട്ട് അവര് പറഞ്ഞു മതി മതി മതി. നബിതങ്ങൾ പറഞ്ഞു അന്ന് ഹാജറാവുമ്മ മതി മതി എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മക്കയിലെ മലയിടുക്കിലും മുഴുവനും വെള്ളം കൊണ്ട് നിറയുമായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളം ഇന്നും ടൺ കണക്കിനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകൾ ഹജ്ജ് ഉംറയും കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ പരീക്ഷ നല്ല വിജയിക്കും. കാരണം എന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞത്? ഹദീസാണ്. എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചോ അതുകൊണ്ട് സംസം വെള്ളം കൊണ്ട് എന്ത് നിയ്യത്തും. ഇനി ഞാൻ ഓരോ നിയ്യത്ത് പറയണ്ട, മനസ്സിലുള്ള ഏതെല്ലാം ഹലാലായ മുറാദുകളുണ്ടോ അതൊക്കെ ഹാസിലാകും. നിയ്യത്ത് വെച്ച് കിബിലക്ക് അഭിമുഖമായി ഔദും ബിസ്മിൻ ചൊല്ലി ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് 3 റക്അത്തായിരിക്കും കുടിക്കണം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ ആദ്യം ഒന്ന് കുടിക്കുക, നിർത്തുക, വീണ്ടും കുടിക്കുക, മൂന്നാമത്തേൽ തീർക്കുക, എന്നിട്ട് ഹംദ് ചൊല്ലുക, ദുആ ചെയ്യുക. നിയ്യത്ത് വെച്ച് കുടിക്കണം. കുടിച്ചതിന് ശേഷം കിബിലക്ക് നേരെ തിരിഞ്ഞെന്നുണ്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യുകയും വേണം. ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സംസം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ലോകത്ത് ഇന്ന് ശ്രേഷ്ഠതയുള്ള വെള്ളമാകുന്ന സംസം 2ാം സ്ഥാനം. 1ാം സ്ഥാനം ഏതാ? അന്ന് നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചതാകുന്ന പരിശുദ്ധമായ ആ വെള്ളത്തിന്, നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചതിന് 1. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് പ്രവഹിച്ചതിന് 2ാം സ്ഥാനം. ഇനി 3ാമത്തെ ഒന്നുണ്ട്. ഏതാണത്? ഫനീലു മിസ്രിൻ ثم ബാഖിൽ അൻഹുരി. അടുത്ത 3ാം സ്ഥാനം ഫൽ കൗസർ, ഹൗദുൽ കൗസർ 3ാം സ്ഥാനം. നമ്മൾ വലിയ കാര്യത്തിരിക്കുകയാണല്ലോ. ഹൗദുൽ കൗസർ വലിയ സംഭവം പറഞ്ഞു. അതേ സംഭവം തന്നെയാണ്. ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ ഇന്ന അഅതീനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നബിതങ്ങൾക്ക് നൽകുന്നതായ സ്വർഗീയമായ അരുവിയുടെ പേരാണെന്ത്? ഹൗദുൽ കൗസർ. അല്ലാഹു ഇത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതാണ്. എന്തല്ല, നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചതല്ല, നബിയുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ചതാകുന്ന വെള്ളം, അള്ളാഹു കൊടുത്ത കഴിവിലൂടെ പുറത്തേക്കിട്ട വെള്ളം. അതിനാണ് 1ാം സ്ഥാനം. നബിയുടെ വല്യപ്പമാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാദസ്പർശം കൊണ്ട് അടിച്ചിട്ട് അവിടുന്ന് പ്രവഹിച്ചതിന് 2 സ്ഥാനം. നബിതങ്ങൾക്ക് നാളെ അള്ളാഹു നൽകുന്നതായ വെള്ളമായ ഹൗദുൽ കൗസറിന് സ്ഥാനം 3. പക്ഷെ ടേസ്റ്റ് ഇതിനേക്കാളൊക്കെ മുകളിലാണ്. ടേസ്റ്റും അതിന്റെ ഗുണഫലങ്ങളും വേറെയാണ്. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹൗദുൽ കൗസർ നിസാരമായി കാണല്ലേ. അശദ്ദു മിനൽ ലബനി അഹ്ലാ മിനൽ അസലി. തേനിനേക്കാൾ മധുരമാണ്, പാലിനേക്കാൾ വെണ്മയാണ്, വെളുപ്പാണ്. മനുഷ്യരിബ മിൻഹാ ലം യളമഅ ബഅദഹാ അബദാ. ആരെങ്കിലും അതിൽ നിന്നൊരു കവിളുത്തടം കുടിച്ചാൽ പിന്നീട് അവന് ദാഹമുണ്ടാവുകയില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരിക്കലും ദാഹിക്കൂല. ഒരൊറ്റ കവിള് കുടിച്ചാൽ മതി. അല്ലാഹു നമുക്കത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് 3ാം സ്ഥാനം. 4ാം സ്ഥാനം ഫനീലു മിസ്രിൻ, ഈജിപ്തിലെ നൈൽ നദിയാണ്. ഈജിപ്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? നൈൽ നദി. ഈജിപ്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ അന്തിവിശ്രമം ചെയ്തു. നമ്മുടെ മദ്ഹബിന്റെ ഇമാമ് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അന്തിവിശ്രമം ചെയ്യുന്നത് എവിടെയാണ്? ഈജിപ്തിലാണ്. അല്ലാഹു പോകാനും സിയാറത്ത് ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കി അവിടെ നൈൽ നദിയുണ്ട്. നൈൽ നദിയുടെ തീരത്ത് താമസിക്കുന്നതിന് ഭയങ്കര വിലയാണ്. അതിന് മൂല്യം കൂടുതലാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾക്കും വലിയ വിലയാണ്. ഈജിപ്തിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം നൈൽ നദി വലിയ സംഭവമായിട്ടാണ്. ആ നൈൽ നദിയിലെ വെള്ളം അത് 4ാം സ്ഥാനം. വെള്ളം ശ്രേഷ്ഠതയുള്ള, ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചതാണ്. അതിപ്പോ
പ്രവഹിച്ച സംഭവമാണ് ഇപ്പൊ ഞാൻ ചരിത്രത്തിലൂടെ പറഞ്ഞത്. ഒന്ന് ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവം 80 പേർക്ക് തികഞ്ഞത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത യാത്രാവേളയിലുള്ള ദുരിത സമയത്ത് പറഞ്ഞ് നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം പ്രവഹിച്ച സംഭവം 300 പേർക്ക് ആ യാത്രയിലെ ക്ലേശം മാറ്റാൻ കാരണമായത്. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. മൂന്നാമത്തെ സംഭവം മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായ സംഭവം, പരിശുദ്ധമാക്കപ്പെട്ട ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവം. അല്ലാഹു മനസ്സിലാക്കുക, തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു അവിടുത്തെ പൊരുത്തവും മദദും ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്കും ഈ സദസ്സിലുള്ള സർവർക്കും നീ നസീബാക്കണേ അല്ലാഹ്. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفذي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിന്നു. വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത ദാഹമാണ്, പ്രയാസമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 70ഓളം സഹാബത്ത് അഹ്ലു സുഫയുടെ ആളുകളായിരുന്നു. മസ്ജിദുൽ മദീനയിൽ നിങ്ങൾ പോയാൽ, മസ്ജിദുൽ നബവിയിൽ പോയാൽ, നബി തങ്ങളുടെ റൗള സന്ദർശനത്തിന് വേണ്ടി ഇന്ന് പുരുഷന്മാരോ സ്ത്രീകളൊക്കെ കയറുന്ന ഒരു വഴിയുണ്ട്. ബാബുൻ നിസാ എന്ന് പറഞ്ഞ ഒരു വാതിലൂടെ കയറ്റും. നബി തങ്ങൾക്ക് പണ്ട് സ്ത്രീകളൊക്കെ വന്ന് സംശയങ്ങളൊക്കെ ചോദിക്കാൻ മറയിൽ വന്ന് നബി തങ്ങളുടെ വീടിന്റെ പരിസരത്ത് വന്ന് നിന്നതായ ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് വാതിൽ ബാബുൻ നിസാ എന്ന്, ആ വാതിലൂടെ ഇങ്ങനെ കയറി വരുമ്പോ ഇടതുഭാഗത്തായിട്ട് തന്നെ ഒരു കെട്ട് കാണാം. അസ്ഹാബു സുഫ, അഹ്ലു സുഫ, നബിയുടെ തിണ്ണയുടെ അഹ്ലുകാരായി നബിയുടെ വീടിന്റെ പരിസരത്ത് തന്നെ തമ്പടിച്ചുകൊണ്ടിരുന്ന സാധുക്കളായ സ്വഹാബത്ത്. അതിൽ ലീഡറായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ്. ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തതാകുന്ന സ്വഹാബി, പ്രസിദ്ധനായ സ്വഹാബി, എപ്പോഴും നബിയുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നബിയോട് അത്രത്തോളം സഹവസിക്കാൻ കഴിഞ്ഞതും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതും. ദാരിദ്ര്യം, വല്ലാത്ത ഭക്ഷണത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ട്. നബിയാണ് ആ സ്വഹാബത്തിന്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തീർത്തിരുന്നത്. അപ്പൊ ഇദ്ദേഹം ഒരിക്കലും നല്ല വിശപ്പും പ്രയാസവും കാരണം പള്ളിയുടെ വാതിക്കൽ വന്ന് നിന്നു. മെയിൻ ഡോറിന്റെ അവിടെ. എന്തിനാ വന്ന് നിൽക്കുന്നത്? പുറത്തേക്ക് ഇങ്ങനെ ആളുകൾ പോകുമ്പോഴത്തേക്കും എന്നൊക്കെ ചോദിക്കുമ്പോ കോലം കാണുമ്പോ തിരിയുമ്പോ വിശന്നിട്ടാണ് ഇവ നമ്മളോട് പതിവില്ലാതെ ഒരു ഇതൊക്കെ എന്നാ പാടാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. അതിനു വേണ്ടി പതിവില്ലാതെ നിൽക്കുക. ആരോട് ചോദിക്കാൻ അഭിമാനം കൊണ്ട് പറ്റുന്നുമില്ല. അങ്ങനെ വാതിക്ക് വന്നു പലരോടും അസ്സലാമു അലൈക്കും പറഞ്ഞ് എല്ലാവരും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഒരു രക്ഷയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോ പള്ളിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പതുക്കെ ഒരായത്തിന്റെ സംശയം ചോദിച്ചു. അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഒരായത്തിന്റെ ഡൗട്ട് ചോദിച്ചു. ആയത്ത് ചോദിച്ചിട്ട് പറഞ്ഞു, ഇത് എങ്ങനെയാ, അതിന്റെ വിശദീകരണം എന്തായിരുന്നു? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്, എല്ലാ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശരിയടാ പോകണം അസ്സലാമു അലൈക്കും പതുക്കെ ഇറങ്ങി. പാടച്ചവനെ കുടുങ്ങി. കുറച്ചു നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോ നമ്മുടെ ഹൗസ കാണുമ്പോൾ കൊണ്ടുവന്ന കരുതി. അപ്പൊ അദ്ദേഹം പതുക്കെ നോക്കുമ്പോ വീണ്ടും അടുത്ത ആള് വരുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ എന്തായാലും ഓക്കെ. പതുക്കെ അദ്ദേഹത്തോട് ഇതേ ആയത്ത് തന്നെ വീണ്ടും ചോദിച്ചു. അതെ, ഇന്ന ആയത്തിന്റെ അതെങ്ങനെയാ? അപ്പൊ അദ്ദേഹവും കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, ആ ആയത്തിന്റെ അർത്ഥവും അതിന്റെ 10 ശറഹ് എഴുതാനുള്ള അർത്ഥമൊക്കെ എനിക്കറിയാം. പക്ഷെ വിശപ്പിന്റെ കാഠിന്യത കൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇവരെല്ലാം അർത്ഥം വിശദീകരിച്ചിട്ട് പതുക്കെ എന്ത് ചെയ്തു? അവരെല്ലാം അവരാരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ലല്ലോ.
അങ്ങനെ നിൽക്കുമ്പോൾ ദാ വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ട്. നബി തങ്ങൾ എന്നെ കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. ഞാൻ സലാം പറഞ്ഞപ്പോൾ നബി തങ്ങൾ സലാം അടക്കിയിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ട് എന്നെ കൂടെ കൊണ്ടുപോകുന്നു. വരൂ അബൂ ഹുറൈറ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നേരെ വീട്ടിലെത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറയുകയാണ്, ആയിഷ, അബൂ ഹുറൈറയ്ക്ക് വിശക്കുന്നുണ്ട്, വല്ലതുമുണ്ടോ? നബി തങ്ങൾ സ്കാൻ ചെയ്ത് മനസ്സിലാക്കുകയാണ്, ഇതൊരു സാധാരണ മനുഷ്യനല്ല കേട്ടോ. അബൂ ഹുറൈറയുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അദ്ദേഹം പറയുന്നു പകുതി തീർന്നത് പോലെയായി. നമ്മുടെ വിശപ്പ് പകുതി അണഞ്ഞതുപോലെ. കാരണം എന്താ? കാര്യം മനസ്സിലായിട്ടു. വീട്ടിലെത്തിയിട്ട് ചോദിച്ചു വല്ലതും ഉണ്ടോ? അപ്പോ അകത്ത് നിന്ന് മറുപടി, ഉണ്ട് നബിയെ, ഇന്ത്യ ലെബനൻ ഒരല്പം പാലുണ്ട്. നല്ല പാലില്ല, പാല്. അബൂ ഹുറൈറ, പാലുണ്ട്, ഓക്കേ അല്ലേ? എന്നാൽ നീ പോകണേ. നാദി മല്ലഹും ജൂഉൻ ഫിൽ മസ്ജിദി, പള്ളിയിലേക്ക് നീ ഒന്ന് പോകണം. വീടും പള്ളി അടുത്തടുത്ത്. നബിയുടെ ഖബർ ശരീഫ് ഉള്ളതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട് തൊട്ടടുത്ത്. നാദി, പോയി വിളിക്കണം. പള്ളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കണം. മല്ലഹും ജൂഉൻ ഫിൽ മസ്ജിദി, വിശപ്പിനാൽ പള്ളിയുടെ അകത്തളത്തിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു സാധുവായ മനുഷ്യനുണ്ടെങ്കിൽ അവരെ വിളിച്ച് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, പള്ളിയിൽ ഇബാദത്തെടുത്ത് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി കഴിയുക മാത്രമല്ല, ജനങ്ങളുടെ വിശപ്പടക്കാൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങി തിരിച്ച് സമൂഹത്തിന് നന്മ വരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥമാകുന്ന വ്യക്തി. ഇവിടുത്തെ KYF-ന്റെ പ്രവർത്തകർ അത്തരത്തിലുള്ളവരാണെന്നാണ് ഈ വിനീതൻ അനുമാനിക്കുന്നത്. നാട്ടിലുള്ള സാധുക്കളുടേതാകുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങൾ തീർത്തു കൊടുക്കാൻ, പ്രയാസങ്ങൾ അരുതി വരുത്താൻ ഏതെല്ലാം കാര്യങ്ങളുണ്ട് ഇടപെടേണ്ടത്, ഒരു മുസൽമാൻ ഇടപെടാൻ കഴിയുന്നത് അതിലെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ട് സാധുക്കളുടെ സങ്കടങ്ങളും വിഷമങ്ങളും വ്യതകളും സ്വതകളും തീർത്തു കൊടുക്കാൻ തയ്യാറാകുന്നവരുണ്ട്. തീർച്ചയായും അവരാണ് നാടിന്റെ കാവൽഭടന്മാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ, നീ പള്ളിയിൽ പോയി നോക്കണേ, വിശപ്പുള്ള ഏത് വ്യക്തിയുണ്ടോ വിളിച്ചുകൊണ്ട് വരണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സാധാരണ ഫുഡിന് ആളെ വിളിക്കാന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ഫുഡിന് വിളിക്കുന്നു പറഞ്ഞ് ഞാൻ വിളിക്കും. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നു മനസ്സിൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് പാലേ ഉള്ളൂ. ഈ ആളെല്ലാം കൂടെ പള്ളി വല്ലവരും ഒക്കെ ഉണ്ടെങ്കിൽ അവന്മാരെല്ലാം വിളിച്ചോണ്ട് വരണം. ഇതെല്ലാം അവന്മാര് കുടിച്ച് തീർക്കും, നമുക്ക് കിട്ടത്തുമില്ല. ടെൻഷനായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, സാധാരണ ഭക്ഷണത്തിന് വിളിക്കാൻ പറയുമ്പോ ഞാൻ വലിയ ആവേശം കാണിക്കലുണ്ട്. ഞാനിങ്ങനെ പതുക്കെ പോയി വിളിക്ക്, എല്ലാരും വിളിച്ചോ. അങ്ങനെ ഞാൻ പള്ളി പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കൗമ ഇഷ്ടം പോലെ കിടക്ക, 10-60 പേരുണ്ട്. 60 പേരോളം പള്ളി കിടപ്പുണ്ട്. വിളിക്കേണ്ട താമസം. നബി വിളിക്കുന്നു, വിളിക്കാതിരിക്കാൻ പറ്റും? വിശപ്പുള്ളവരൊക്കെ വരാൻ പറഞ്ഞു. നബി എല്ലാം ചാടി എഴുന്നേറ്റ്, യാ അല്ലാഹ്, അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എല്ലാരും പള്ളിയിലേക്ക് പോയി. നബി അടുത്തോട്ട് വന്നു, വീട്ടിലേക്ക് വന്നു. നബി പറഞ്ഞു, എല്ലാവരും ഇവിടെ ഇരിക്കും, എല്ലാവരും ഇരുന്നോ. അങ്ങനെ പാലിന്റെ പാത്രം കൊണ്ട് അകത്ത് പോയി എടുത്തോണ്ട് വന്നു. എന്നിട്ട് നേരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കും. സാഖിൽ ഖൗമി ആഖിറുഹും, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്, നീയാണ് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നത്, വിളമ്പുന്നവൻ ലാസ്റ്റേ കഴിക്കാൻ പറ്റും. തീരുമാനമായി. ആദ്യം നീ കുടിക്കെന്ന് പറയവിനോട്. അപ്പൊ എന്തിനാ അത് പഠിപ്പിച്ചു കൊടുക്കാനാ? ഈ സംഭവം നീ തന്നെ റിപ്പോർട്ട് ചെയ്യണം, കൗമിനെ അറിയിച്ചു കൊടുക്കണം. ഇതൊരു സംഭവമാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. കൊടുക്ക്, എല്ലാവരും. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾക്ക് എന്തോന്ന് തോന്നി, എന്തോ സംഭവം നടക്കാൻ പോവാണ്. ഞാൻ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. എല്ലാവരും വയറ് നിറച്ച് നല്ല റാഹത്തായിട്ട് കുടിച്ചിട്ട് എല്ലാവരും പള്ളിയിലേക്ക് പോയി. ഞങ്ങൾ പോവാണ്, സലാം പറഞ്ഞു പോയി. ഞാൻ പാത്രത്തിലേക്ക് നോക്കുമ്പോ അതേപോലെ തന്നെ ഉണ്ട്, ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വഫഖലൈനി വൽ ഫരീഖൈനി മീൻ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസ
لم دائما أبدا على حبيبك خير الخلق كلهم. ഞാൻ ലാസ്റ്റ് ഞാനും വയറ് നിറച്ചും കുടിച്ചു. നല്ല റാഹത്തായിട്ട് വിശപ്പെല്ലാം മാറ്റി, ദാഹവും മാറ്റി, സന്തോഷമായി. പാലെന്ന് പറഞ്ഞാൽ അതാണല്ലോ, എല്ലാം ഉൾക്കൊള്ളുന്ന ആഹാരമാണെന്ന് ശാസ്ത്രം തന്നെ പറഞ്ഞു. ഇത് ആദ്യം പറഞ്ഞ നിബിധങ്ങളാണ്. പാല് കിട്ടിയാൽ മറ്റുള്ള ഏത് വിഭവം പോലെയല്ല. اللهم ارزق لنا خيرا من طعام هذه الليل اللهم ارزق لنا خيرا منها എന്ന് ലോകത്തെ ഏത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ ദുആ ചെയ്യണം. എന്ത് ദുആരക്കണം? اللهم ارزق لنا خيرا منها, അല്ലാഹുവേ ഇതിനേക്കാൾ ഉത്തമമായത് എന്നെ ഭക്ഷിപ്പിക്കണേ എന്ന് ദുആരക്കണം. നല്ല മട്ടൻ കിട്ടി, അത് കറി വെച്ച്, നല്ല പായസം കിട്ടി, മഗ്‌രിബിന് ശേഷം കുടിച്ചില്ലേ, അൻസർ കുടിച്ചില്ലേ, അങ്ങനെ പായസം കിട്ടി, അല്ലെങ്കിൽ നല്ല ചായ കുടിച്ചു, പൊറോട്ടയും ബീഫും കഴിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട കുഴിമന്തി കഴിച്ചു, കിഴി പൊറോട്ട കഴിച്ചു, ഇതുമാട്ടെ ബിരിയാണി കഴിച്ചു. ലോകത്ത് ഏത് ഭക്ഷണം കഴിച്ചാലും നീ ദുആ ഇറക്കണം, അല്ലാഹുമ്മ ർസുഖ് ലനാ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഉത്തമമായത് തരണേ. എന്നാൽ പാല് എല്ലാം ഉൾക്കൊള്ളുന്ന നല്ല ഭക്ഷണമാണ് പാല്. അത് കുടിച്ചാൽ നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹുമ്മ ർസുഖ്നി, അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ വർദ്ധിപ്പിക്കണേ, എനിക്ക് നീ വീണ്ടും വീണ്ടും കുടിക്കാൻ തൗഫീഖ് തരണേ എന്ന് ദുആ ഇറക്കണം. വേറൊന്നും അല്ലാഹുമ്മ സിദ് ഹാദാ, ഇത് നീ എനിക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തൗഫീഖ് തരണേ, ഇത് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ഇറക്കണം. ഏത് പാല് മാത്രം. ഇത് അന്ന് നബിത പറഞ്ഞ 1500 വർഷം. ഇപ്പൊ ശാസ്ത്രം പറയുന്നു എല്ലാം നല്ല റാഹത്ത് ഉൾക്കൊള്ളുന്നതാണ് ഇത് പാല്. നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, പല ഐറ്റം ഉണ്ട്, മുരളിയ ഉണ്ട്, മിൽമ ഉണ്ട്, പല സാധനങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഈ അടുത്തൊരു വൈറ്റി പുതിയൊരു മോഡലും പാട് മലബാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ഒരു പുതിയ കുപ്പിപ്പാല്. നല്ല പശുവിൻ പാല് അല്ലെങ്കിൽ ആട്ടിൻ പാല്, വീട്ടിൽ നല്ല ആടിനെ വളർത്തണം, പശുവിനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞതാണ്. പശുവാണെങ്കിൽ, ആടാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാണ്. ആട്ടിൻപാല് ദിനേന കുടിക്കുന്ന ആളുകൾ വരെ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ ആളുകൾ വരെ ഇവിടെ മുന്നിലിരിപ്പുണ്ട്. മുബാറക്കല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ആട്ടിൻപാൽ അല്ലെങ്കിൽ പശുപാല് ഡെയിലി അതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടിയ വലിയ ഹൈറാണ്. അപ്പൊ നല്ല പശുപാല്, നാടൻ പശുപാല്, നല്ല നാടൻ ആട്ടിൻപാല്, അതിനകത്ത് വെള്ളം ചേർക്കാത്ത നല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടിയ അത് മതി. അത് മക്കൾക്കും നമുക്കൊക്കെ അത് മതി. വിശപ്പിനും ദാഹത്തിനും ഒക്കെ അത് ഉതകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിത് പറഞ്ഞെന്തിനാ? അത് കുടിച്ചാൽ എന്ത് ദ്വാരക്കണം? അല്ലാഹുമ്മ സിദ് ഹാദാ, ഇത് വർദ്ധിപ്പിക്കണം, ദ്വാരക്കണം. വിശന്നതായ അബൂ ഹുറൈറയ്ക്ക് പാല് കൊടുത്താണല്ലോ നബി മതിയാക്കിയത് എന്ന് നിങ്ങൾ കരുതരുത്. ഏറ്റവും നല്ല ആഹാരമാണ് പാല്. മാഷാ അല്ലാഹ്, അതാണ് കൊടുത്തത്. അത് നല്ല വയറ് നിറച്ചു കുടിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി, ഹംദ് പറഞ്ഞ് സന്തോഷത്തോടെ പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നുകൂടി പാത്രത്തിൽ നോക്കുമ്പോ അത് അങ്ങനെ തന്നെയുണ്ട്, ഒരളവ് പോലും കുറഞ്ഞിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം അറിയില്ലേ? പരിശുദ്ധമാക്കപ്പെട്ടതായ സഫർ 27-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളിയാഴ്ച രാവ് വീട്ടിൽ നിന്ന് പുതപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്നതാകുന്ന പ്രവാചകരുടെ നിൽക്കുന്നു. പടച്ചറപ്പിന്റെ നിർദ്ദേശപ്രകാരം അലി റളിയല്ലാഹു അൻഹുവിനെ അതേ പുതപ്പിൻചാര കടത്തിയിട്ട് നബി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ ശത്രുക്കൾ മുഴുവൻ പുറത്തു വന്നുകൊണ്ട് പ്രവാചകരെ കൊല്ലാൻ വേണ്ടി വാല് വീരൂരിയിട്ട് അവരുടെ അറയിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് വാള് വീരുപിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. മുഹമ്മദ് പുറത്തേക്ക് ഇറങ്ങിയാൽ വെട്ടിക്കൊല്ലണം, കൊന്നുകളഞ്ഞാൽ 100 ഒട്ടകമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൂജകളടക്കമുള്ളവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണെടുക്കുന്നു, ഓതുന്നു, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. പരിശുദ്ധമായ ഖുർആനിലെ
സൂറത്ത് യാസീനിലെ വചനം ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പുറത്തേക്കിടുകയാണ്. വല്ലാത്തൊരു സംഭവം നടക്കുകയാണ്. അന്ന് തന്നെ ഖുർആനിലൂടെ പറയുന്നു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. തങ്ങളന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എറിഞ്ഞതാകുന്ന നേരം തങ്ങളല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. അഥവാ അല്ലാഹുവിന്റെ ശക്തിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വല്ലാത്തൊരു അമാനുഷികമാകുന്ന കഴിവാണ്. വീടിന്റെ ചുറ്റും നബി തങ്ങൾ ഏതിലൂടെ ഇറങ്ങിയാലും വെട്ടിക്കൊലപ്പെടുത്താവുന്നതായ ശത്രുക്കൾ, നബി തങ്ങൾ എറിഞ്ഞതാകുന്ന ആ മൺതരികൾ ചുറ്റും നിൽക്കുന്നതായ ശത്രുക്കളുടെ കണ്ണിലേക്ക് പതിക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണൊന്ന് തിരുമിയിട്ടൊന്ന് പുറത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സെക്കൻഡിനുള്ളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. നേരെ പോകുന്നു റസൂലുള്ളാഹ് തന്നെ കാത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക്. രണ്ടുപേരും ഇതാ യാത്ര തിരിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ആറ് സൗറിലേക്കാണ് പോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഹിജറയുടെ യാത്ര തുടക്കം കുറിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹിയും ആറ് സൗറിൽ 3 ദിവസം താമസിക്കുകയാണ്. 3 ദിവസം താമസിച്ചു. സഫർ 27 യാത്ര കുറിച്ചു. റബീഉൽ അവ്വൽ 1-ന്റേതാകുന്ന പരിശുദ്ധമായ തിങ്കളാഴ്ച പിറവി വന്നപ്പോ 3 ദിവസങ്ങൾക്ക് ശേഷം 28, 29, 30 കഴിഞ്ഞ് 1-ന്റെ സുദിനത്തിൽ ഒരു തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ നബിതങ്ങൾ അതാ യാത്ര തിരിക്കുകയാണ്. നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡെസേർട്ടിലൂടെ യാത്ര തിരിക്കുന്നു. നബിതങ്ങൾക്ക് വഴികാട്ടിയായി അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, ആമിർ ഫുഹൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടിമയായ ആമിർ ഇബ്നു ഫുഹൈറയുമുണ്ട്. ഇവര് 4 പേരും കൂടി മണലാരുണ്യത്തിലൂടെ പരിശുദ്ധമായ മദീന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ മനോഹരമായ യാത്ര ഇതാ നടത്തുന്നു. ഇതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, 6 സൂറിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവം. ശത്രുക്കൾ വന്നു, അതിന്റെ മുകളിൽ വന്നു, നബിയെ തപ്പി അന്വേഷിച്ചു വന്നു. ഇതിനിടയിൽ ഗുഹ ശരിയാക്കി അതിനുള്ളിൽ പ്രവാചകനെ കയറ്റിക്കടത്തി. നബി തങ്ങൾ ഉറങ്ങുന്നതിനിടയിൽ ഒരു ദ്വാരത്തിൽ നിന്നുകൊണ്ട് സർപ്പം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിൽ കൊത്തി. ആ കൊത്തേറ്റതാകുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് കവിളിത്തടത്തിലൂടെ താടിരോമങ്ങളെ നനച്ച് നബിയുടെ കവിളിലേക്ക് ഒരു തുള്ളി വീണപ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, മാ ലക യാ അബൂബക്കർ, എന്തു പറ്റി അബൂബക്കർ? ലുദിഖതു, കാലിൽ പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട്, വിഷമേറ്റിട്ടുണ്ട്. നോക്കുമ്പോ കാലിങ്ങനെ നീലം നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. നല്ല തങ്ങളുടെ വായിക്കുള്ളിലേക്ക് തന്റെ പരിശുദ്ധമായ സർഫാക്കപ്പെട്ടതാകുന്ന ഉമിനീര് വിരലി കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അവിടെ പുരട്ടി കൊടുത്തു. വിദേഹത്തുകാരാ, നീ എന്തു പറയും ഇത് കേട്ടിട്ട്? വിഷത്തിന്റെ ബുദ്ധിമുട്ട് പരിപൂർണമായി നീങ്ങി. വേദന സംഹാരി ഗുളിക കൊടുക്കാൻ പുറത്തുനിന്ന് ഉള്ളിക്കല്ല, പുറത്തുകൊണ്ട് തേച്ചു കൊടുത്തു പരിശുദ്ധമായ ഉമിനീര്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉമിനീര് ചില്ലറയല്ല. ബദർ കഴിഞ്ഞിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പായി ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇന്ന് നിങ്ങൾ പോയ ആൾക്കറിയാം, ബിദുർ ഷിഫ എന്ന് പറഞ്ഞുകൊണ്ട്, ഷിഫയുടെ കിണർ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മനോഹരമായ ഒരു കിണറുണ്ട്. നബി തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ എത്തിയ സമയത്ത് അവിടെയുള്ള വെള്ളം കുടിക്കാൻ വല്ലാത്ത കയ്പാണ്, ഉപ്പാണെന്ന് പറഞ്ഞപ്പോ നബി ആ കിണറിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ബിസ്മില്ല തുപ്പി കൊടുത്തു. നബിയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് വന്ന് വീണതോടുകൂടി അതിന്റെ ഉപ്പ് മാറി. 1 മാസം മുമ്പ് ഞാൻ പോയി യഥേഷ്ടം കുടിച്ചതാണ്, നേരിട്ടുള്ളതാണ്, നല്ല ശുദ്ധജലം. മരുഭൂമിയിലെ കയ്പ് നിറഞ്ഞതായ ആ വെള്ളം പരിപൂർണമായി ശുദ്ധജലമായി. ഇന്നും ആളുകൾ അവിടെ വന്ന് ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ബിഉറു ശിഫ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാഹു പോകാനും ഒന്ന് കുടിക്കാനും തൗഫീഖ് നൽകട്ടെ. ഞാനിതൊക്കെ പറയുന്നത് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാ. നബിയുടെ രക്തം, നബിയുടേതാകുന്ന തുപ്പലതൊക്കെ പറഞ്ഞ് മോന്ത കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു വേഗം എഴുന്നേറ്റ് വീട്ടിൽ പോയി ഉറങ്ങുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്ക് ഈമാൻ വർദ്ധിക്കണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണം. നബി ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഈ വിഷയങ്ങളൊക്കെ തിരിയുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരം കൊണ്ട് പുരട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വേദന മാറി. സംഭവം വിശാലമാണ്. ശത്രുക്കൾ അവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന വിഷയമൊക്കെ നമുക്കറിയാം.
ഞാനിപ്പോൾ അതൊന്നും പറയാനല്ല. അവിടുന്ന് റബീഉൽ അവ്വലിന്റെ 1 ആ ഗുഹയുടെ മുഖത്ത് നിന്ന് പുറത്തിറങ്ങി താഴെ ഇറങ്ങി നബി തങ്ങൾ യാത്ര പോവാൻ. 8 ദിവസത്തെ യാത്ര കൊണ്ട് അടുത്ത തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും റബീഉൽ അവ്വൽ 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിൽ നിന്ന് അല്പം മാറി 4 കിലോമീറ്റർ ദൂരെയുള്ള ഇന്ന് മസ്ജിദ് ഖുബാ പള്ളി സ്ഥിതി ചെയ്യുന്ന അതിന്റെ ഖിബിലയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന മഹാനായ കുൽസും ബിൻ ഹദ്മ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് നബി തങ്ങളുടെ ഒട്ടകം വന്നുകൊണ്ട് മുട്ടുകുത്തി. ഇതൊക്കെ ചരിത്രമാണ്. കുൽസും ബിൻ ഹദ്മ റളിയല്ലാഹു അൻഹു വീട്ടുമുറ്റത്ത് വന്ന് ഒട്ടകം മുട്ടുകുത്തി. ഇന്നും നിങ്ങൾ ആ ഖുബാ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി പോകുമല്ലോ, പോകുമ്പോൾ ആ പള്ളിയുടെ കിബിലയുടെ ഭാഗത്തൊന്ന് പോകണം. അവിടെ ഒരു ഈന്തപ്പനയുടെ പൂന്തോട്ടത്തിന്റെ ചാരെ ഞാൻ ഈ പറയുന്ന സ്വഹാബിയുടെ പേരും ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ മക്കത്ത് നിന്ന് ഹിജറ വന്ന് ആദ്യം വന്ന് നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കുൽസും ബിൻ ഹദ്മ റളിയല്ലാഹു അൻഹു സ്വഹാബിയ, അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്താണ് ആദ്യം വന്ന് ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത്. സഹോദരങ്ങളെ, ഈ യാത്രാവേളയിൽ പിന്നീട് അവിടെ ഒരു 4 ദിവസം താമസിക്കണ്ടായി. തിങ്കൾ മുതൽ അവിടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം താമസിച്ചു. അവിടുന്ന് വെള്ളിയാഴ്ച ദിവസം രാവിലെ തൊട്ടടുത്തുള്ളതാകുന്ന പള്ളിയിൽ പോയി നബി തങ്ങൾ ജുമുഅ നിസ്കരിച്ചു. ആ പള്ളിയുടെ പേരാണ്, ഖുബാ പള്ളിയുടെ പരിസരത്തുള്ള പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജുമുഅ. നിങ്ങൾ പോകണം, അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. നബി മദീനത്തെത്തിയിട്ട് ആദ്യം ജുമുഅ നടത്തുന്നത് അവിടെയാണ്. നബി ചെല്ലുന്നതിന് മുമ്പ് ജുമുഅ ഉണ്ടായിരുന്നു. മഹാനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവാണ് അവിടെ മദീനയിൽ ആദ്യമായി ജുമുഅയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. നബി ചെന്നപ്പോൾ അന്നത്തെ ചീഫ് ഇമാം നബിയായി നബി ജുമുഅയ്ക്ക് നേതൃത്വം നൽകി. ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ അവിടുന്ന് അന്നത്തെ മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. 4 കിലോമീറ്റർ ദൂരെയുള്ള യസ്രിബിലേക്ക് നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് സ്വഹാബത്ത് പാടിയത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദഅ ലില്ലാഹി ദാഇ.